കണ്ടിട്ട് ഞങ്ങൾ പറയും, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആരംഭിക്കുക. ആ ദിവസത്തിലെ ഒരു സമയവും പ്രസക്തമല്ല. പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സമയവും വെച്ചിട്ടില്ല. അപ്പൊ പ്രാർത്ഥനയ്ക്ക് നിയതമായൊരു സമയമില്ല, ഒരു കാലമില്ല, ഒരു മാസമില്ല, ഇനിയുമുണ്ട് ചിലത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നിറം, ഒരു കൊടിക്കൂറ, അതാണ് ശ്രേഷ്ഠമെന്ന് പറയത്തക്ക വിധത്തിൽ നീലയോ ചുവപ്പോ മഞ്ഞയോ ഏതെങ്കിലും ഒരു നിറം, പച്ചയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിറം, ആ നിറമാണ് ഞങ്ങൾക്ക് പ്രിയങ്കരമെന്ന് പറയത്തക്ക വിധം ഒരു കൊടിക്കൂറ പാറിക്കളിക്കുന്ന, അതിന് കീഴിൽ അണിനിരക്കുന്ന ഒരു സ്വഭാവവും ഇല്ല. എല്ലാ നിറവും കൊള്ളാം, ആ നിറങ്ങളോടെല്ലാം ഇഷ്ടം, ആ വൈവിധ്യങ്ങളെ എല്ലാം ഇഷ്ടപ്പെടുന്നു. അങ്ങനെയും പഠിച്ചാൽ ഞങ്ങളൊരു മതമല്ല. ഇനിയും ഒരു കാരണമുണ്ട്. ഈ വിശ്വാസ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുകൾപ്പറ്റ ആചാര്യന് കീഴിലോ ഒരു പുകൾപ്പറ്റ കർമ്മിയുടെ കീഴിലോ ഒന്നും പോകണമെന്നില്ല. ഈ ഞാൻ പ്രസംഗിക്കുന്ന പോലെ അതിനേക്കാൾ പ്രാപ്തരായ ആളുകൾ ഈ ഓഡിയൻസിലുണ്ട്. അവരിന്ന് പ്രസംഗിച്ചാലും മതി. എനിക്ക് മാത്രമായിട്ടെന്തോ മറ്റാർക്കും കൊടുക്കാത്തത് ദൈവം കൊടുത്തു എന്ന അവകാശവാദവും ഇല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വാസികളുടെ വിളിക്കുന്ന സകല മനുഷ്യരുടെയും രാജകീയ പൗരോഹിത്യത്തിൽ വിശ്വസിക്കുന്നു. ഏതൊരാൾക്കും അത്തരത്തിൽ യേശുവിന്റെ അനുഗാമിയായിരിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനിയുമുണ്ട് ചില കാര്യങ്ങൾ. ആ കാര്യം എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 125 കൊല്ലം 125 കൊല്ലം പഠിക്കണം. ഏകദേശം 125 കൊല്ലങ്ങൾക്ക് ഉള്ളിൽ ഇന്ത്യ മഹാരാജ്യത്തിലെന്നല്ല ലോകത്തിന്റെ ഇടങ്ങൾ പരിശോധിച്ചാലും ഏറ്റവും എതിർപ്പുകളെ നേരിട്ട് അതിവേഗം വളർന്ന ഒരു മാർഗമാണ്. ഹല്ലേലൂയ. അതിവേഗം. അതിന് ഭരണകൂട പിന്തുണയില്ല, രാഷ്ട്രീയ പിന്തുണയില്ല, മറ്റു പലതരത്തിൽ എതിർപ്പുകളൊക്കെ നടുവിൽ നിങ്ങൾ മറ്റൊന്ന് കണ്ടിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ 1600-ലധികം ആളുകൾ ഇന്ത്യയുടെ വിവിധ ജയിലുകളിലുണ്ട്. പാസ്റ്റർമാര്, സുവിശേഷകർ ജയിലിലുണ്ട്. 1600. ഈ 1600 പേർ ജയിലിലുണ്ട് എന്നതിന് ഏകദേശ കണക്ക്. അതിൽ കൂടാൻ അസാധ്യത. 16 പേരെ പിടി. ഒരു 16 ആളുകൾ ഞങ്ങളുടെ സഹോദര വിശ്വാസങ്ങളായ ഇതര മതസ്ഥരുടെ ആളുകൾ ജയിലിൽ കിടന്നു എന്ന് കരുതുക. ഈ നാട്ടിലെന്താവും കലാപം? ഇവിടെ കണ്ടോ? ഞങ്ങളുടെ ശക്തിപ്രകടനം കണ്ടോ? ഞങ്ങൾ എവിടെങ്കിലും കളക്ട്രേറ്റ് വളഞ്ഞോ? ഞങ്ങൾ റോഡ് സ്തംഭിപ്പിക്കുന്നൊരു പ്രകടനം നടത്തിയോ? ഒന്നുമില്ല, ചെയ്യില്ല. ഈ വക പ്രവണതകളൊന്നുമില്ല. ഇതൊന്നും ചെയ്യാറില്ല. അപ്പോ ഭിന്നോന്നോടി പറയാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോയ യോഗത്തിൽ ഒരു 3 വണ്ടി പോലീസുകാരുണ്ടാകും. എനിക്കതിൽ സന്തോഷമുള്ളൂ. കാരണം അവരും വചനം കേൾക്കട്ടെ. ഇങ്ങനെയല്ലേ അവരും കേൾക്കുകയുള്ളൂ. ഞങ്ങൾ എന്താ പറയുന്നത് കേൾക്കണമല്ലോ. വരട്ടെ. ഞാൻ സന്തോഷത്തോട് പറഞ്ഞു, ഈ മന്ത്രിമാർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും അധികം പോലീസ് വരുന്നു. എന്നെപ്പോലെ സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണ്. ഇപ്പം നമ്മുടെ കൂടെയൊക്കെ ഉണ്ട്, മഫ്തിയിലും ഒക്കെ ഉണ്ട് പോലീസ്. ആ സാറുമാർക്കും നമസ്കാരം. ഇതിനകത്ത് ഞാൻ രാജ്യവിരുദ്ധമോ ഭരണഘടനാ വിരുദ്ധമോ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ശിക്ഷിക്കാതെ വിടുകയും ചെയ്യരുത്. അങ്ങനെയാണ്. ഒരു പോലീസ് ഓഫീസറുടെ മുമ്പാകെ എനിക്ക് മൊഴി കൊടുക്കേണ്ടി വന്നു. ഫോണിൽ കൂടിയാണ്. പറഞ്ഞപ്പെട്ടവരെ പറഞ്ഞു, ഇന്നോലൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ, ഒരു പരാതിയുണ്ട്. ഞാൻ പറഞ്ഞു, കേസ് രജിസ്റ്റർ ചെയ്തോ? ഇല്ല. ഒക്കെ ഒന്ന് പറഞ്ഞ് തീർക്കാനാണ്. ഞാൻ പറഞ്ഞു, തീർത്തോ? ഞാൻ എന്തിനാ വരുന്നത്? എനിക്ക് പ്രശ്നമേ ഇല്ല. പിന്നെ എന്തിനാ ഞാൻ വരുന്നത്? അല്ല, ഇവിടെ ഒരു വരണം. ഞാൻ പറഞ്ഞു, ഒറ്റ വഴിയുള്ളൂ. സാറ് വരണം, അവൻ്റെ ഭാര്യയോട് പറയണം, മക്കളോട് പറയണം, ഇയാളെ കൊണ്ടുപോവാം. അവരറിയണമല്ലോ. കൊണ്ടുപോകും. എന്നിട്ട് രാജ്യ നിയമം എന്തോ പറഞ്ഞു അതുപോലെ ചെയ്യണം. അത് ധൈര്യത്തിൻ്റെ കൂടുതലുണ്ടല്ല. ഇങ്ങനെ പറയാനൊരു കാരണം,
ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ ജയിലിനെ പറ്റിയൊക്കെ വായിച്ചത്. അവിടുത്തെ ആ മെനു വായിച്ചു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു പ്രലോഭനം. ഈ മട്ടൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുമില്ല. എനിക്ക് വന്നെങ്കിൽ തോന്നി, എന്നെ വൈഫ് ചോദിച്ചു, നിങ്ങളെന്താ ഈ ഭയമൊന്നും ഇല്ലാതെ ജയിലിൽ പോകാൻ പ്രശ്നമില്ലെന്നൊക്കെ പറയാൻ കാരണം ഞാൻ പറഞ്ഞത് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഈ ശരീരമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണം, തീരുമാനിച്ചിരിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മിക്കവാറും ഈ പ്രസംഗത്തിൻ്റെ ഒക്കെ പേരിൽ 153A എന്നൊരു ക്ലോസ് ചാർജ് ചെയ്യും ഇന്ത്യൻ പീനൽ കോഡ്. അങ്ങനെ ഇരുന്നോ ഈ കോടതി നിൽക്കുമ്പോൾ സംഗതി പ്രശ്നമാകുന്നു എന്ന് കാണുമ്പോൾ ഈ അവിടെ നിൽക്കുന്ന കക്ഷി മയങ്ങി ഒരു വീഴ്ച. നമ്മുടെ പുരട്ചി തലൈവിയൊക്കെ അങ്ങനെ വീണു, പാവം മരിച്ചുപോയി. അങ്ങനെ വീണല്ല, ഇനി അന്നേറ്റ ശതമാനമൊന്നും എനിക്കറിയില്ല, പക്ഷെ അവരില്ലെന്നു. ഇത്രയും പ്രമുഖര് വീഴുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, അവർക്കൊന്നുമില്ല. അത് പോലീസിനും അറിയാം, അവർക്കും അറിയാം, നമുക്കും അറിയാം, ദൈവത്തിനും അറിയാം, സാത്താനും അറിയാം, ഇവർക്കൊരു കുഴപ്പമില്ല. ഞാൻ ഈ സാറിനോട് പറഞ്ഞു, ഞാനങ്ങനെ വീഴാനും തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടിട്ടു പിന്നൊരു കാര്യം, യു ഹാവ് ടു പ്രൂവ്. ഞാൻ എന്ത് മിസ്റ്റേക്കാണ് ചെയ്തത് അത് പറയണം. ഞാൻ അന്യമത വിമർശനം നടത്താറില്ല, ഞാൻ മറ്റാരുടെയും തെറ്റാന്ന് പറയാറില്ല. എൻ്റെ ശരികളെ പറയും, ആ ബോധ്യങ്ങളെ പറയും. അങ്ങനെയാണ് എൻ്റെ സംവാദങ്ങളിലാണ്, അല്ലാതെ പറയും. സുവിശേഷ യോഗങ്ങളിലൊക്കെ പാലിക്കേണ്ട ഒരു പുൽപിറ്റ് എത്തിക്സ് ഉണ്ട്, അത് സൂക്ഷിച്ചാലും ഞങ്ങൾ സംസാരിക്കുക. അതാണ് വസ്തുത. അപ്പം തിരിച്ചു വരാം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞത് നമ്മുടെ വിഷയത്തിലേക്ക് വന്നില്ല. ഒരു മുഖപുര വേണം. അട്ട അവിടെ ഇരിക്കുന്നവർക്ക് കേൾക്കാമോ? കേൾക്കാം. അവിടെ ഇരിക്കുന്നവർക്ക് കേൾക്കാൻ പറ്റിയില്ല, ഇവിടെ കൊണ്ടിരുത്താനാ. ഹല്ലേലൂയ. അപ്പൊ തിരിച്ചു വരാം. അതൊരു മതമല്ല എന്നാ പറഞ്ഞു, അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു. പിന്നെ വേണമെങ്കിൽ അങ്ങനെ വിളിക്കാൻ പ്രശ്നമില്ല. ഇനി ഏതായാലും അങ്ങനെ ഒരാൾ ക്രിസ്ത്യ വിശ്വാസം സ്വീകരിച്ച ആദ്യത്തെ ചരിതം 1854 സെപ്റ്റംബർ 10-നാണ്. ആ മനുഷ്യന്റെ പേര് തെയ്യത്താൻ എന്നാണ്. തെയ്യത്താൻ, ശരിക്കുള്ള പേര് ദൈവത്താൻ എന്ന്. അപ്പൊ ഞാനിതൊരിടത്ത് ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, അന്നത്തെ മനുഷ്യരെ അടിമകളെയൊക്കെ ഈ പേരുണ്ടെങ്കിലും ദൈവത്താൻ എന്ന് വിളിക്കാനുള്ളൊരു മടിയുണ്ട്, തെയ്യത്താൻ എന്ന് വിളിച്ചാൽ ഞാനതിനെ കണ്ണിക്കുന്നു. കാരണം അങ്ങനെയല്ല. അതിന് പഴയ നമ്മൾ പ്രമുഖരെന്ന് കരുതുന്ന ആളുകളുടെ ഒക്കെ പ്രസ്താവന എടുത്ത് വായിച്ചാൽ മനസ്സിലാകും എന്തായിരുന്നു അന്നത്തെ മനുഷ്യന്റെ സംഭാഷണം. പ്രസിദ്ധനായ വേലുത്തമ്പി ദളവയുടെ കുണ്ടള വിളംബരമുണ്ട്. ആ കുണ്ടള വിളംബരത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയാൻ വേലുത്തമ്പി ദളവയുടെ നാവ് വഴങ്ങുന്നില്ല. നിങ്ങൾ കുണ്ടറ വിളംബരം പഠിച്ചാൽ മതി. അപ്പൊ ചെമ്പകരാമൻ വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിൽ അദ്ദേഹം പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയേണ്ടതിന്, അല്ലെ ഇംഗ്ലീഷ് കമ്പനി എന്ന് പറയാൻ അറിയാത്തത് എന്ന് പറഞ്ഞത് ഇംഗരിച്ച് കുമ്പഞ്ചി എന്നാണ്. ഇംഗരിച്ച് കുമ്പഞ്ചി. പി ഭാസ്കരൻ ഉണ്ണി 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതാണ്. ഞാൻ നാളെ ഉണ്ടല്ലോ ഇവിടെ. ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും റെഫറൻസ് വേണേൽ ചോദിക്കാതിരിക്കണ്ട, നാളെ പറയാൻ നോക്കി. ഇതവിടെ നിൽക്കട്ടെ. പറഞ്ഞു വന്നത്, ആ പരിസ്ഥിതിയിൽ ഈ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുകൂടി ഒരു വയലിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പണിയെടുത്തു പോവാം. ആ പണിയെടുക്കുന്ന മനുഷ്യൻ അങ്ങനെ ജോലി ചെയ്ത് കന്നുകാലിക്കൊപ്പം മുഖം വെച്ച് ഉഴുതു പോകുമ്പോൾ അതുവഴി ഹോക്സ് വർത്ത് എന്ന് പേരുള്ള ഒരു മിഷനറി വന്നു. മുഴുവൻ പേര് ജോൺ ഹോക്സ് വർത്ത്. ഹോക്സ് വർത്ത് അത് വഴി പോകുന്നു. ഇദ്ദേഹം ഈ വിചിത്ര കാഴ്ച കണ്ട് കാളവണ്ടി നിർത്തി. കുറേ നേരം നോക്കി നിന്നപ്പോൾ നല്ല വെയിലത്ത് ശരീരം ഇങ്ങനെ ചുട്ടുപഴുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം ഈ വയലിലെ വെള്ളത്തിൽ കൈയൊന്ന് കഴുകി കരയ്ക്ക് കയറുമ്പോൾ ഒരു കാര്യസ്ഥൻ ഒരു കുടത്തിൽ ആഹാരമായിട്ട് വരിക, ഒരു പാത്രത്തിൽ. ഈ പാടവരമ്പത്തൊരു കുഴിയെടുത്ത് വട്ടയില നിരത്തി അതിലേക്ക് ചൂട് കഞ്ഞി ഒഴിച്ചു പ്ലാവില കൊട്ടി സ്പൂണ് പോലും ഉണ്ടാക്കി കഴിക്കുന്നു.
ദൈന്യത നിറഞ്ഞ ആ കണ്ണുകളിലേക്ക് ഹോക്സ് കൊടുത്ത് നോക്കിയിട്ട് അടുത്തിരുന്നു. പരിചയപ്പെട്ടു. മലയാളം അറിയാം. ഹോക്സ് കൊടുത്തിന് ഹോക്സ് കൊടുത്ത് വെച്ചു, നിനക്ക് എത്രയാണ് ഒരു ദിവസത്തെ കൂലി? കൂലിയാണ്. എനിക്ക് കൂലിയായി കിട്ടുന്നത് ഒരു പടി നെല്ലാണ്. മൂട എന്നറിയപ്പെടുന്നൊരു പരമ്പ് കൊണ്ട് മെടഞ്ഞ, ഈറ്റപ്പുളി കൊണ്ട് മെടഞ്ഞ ത്രികോണാകൃതിയുള്ളൊരു പാത്രമുണ്ട്. അത് കാട്ടി അതിൽ നെല്ല് കിട്ടും. പിന്നെ ഈ കഞ്ഞിയുടെ ഒരു ഭാഗം അവരവിടെ മാറ്റി വെച്ചേക്കും. അത് എനിക്കുള്ള വീട്ടിൽ കൊണ്ടുപോകാം. അപ്പം അത് തികയാതെ വരുമ്പോൾ ഈ നെല്ല് കൂടി കുത്തി വറുത്ത് കുത്തി അത് കഞ്ഞി വെച്ച് കഴിക്കും. മക്കള് ഭാര്യയെല്ലാം കഴിക്കും. നിനക്ക് വിഷമമുണ്ടോ? എനിക്കെന്ത് വിഷമം? നിന്റെ മക്കളെന്ത് ചെയ്യും? മക്കൾ ഇതേ ജോലി ചെയ്യും. നിനക്കെന്താ വിഷമമൊന്നുമില്ല? അതിൻ്റെ കാര്യം എൻ്റെ യജമാനൻ നല്ല മനുഷ്യനാണ്, തല്ലൂല. ഞാൻ നന്നായി യജമാനു വേണ്ടി പണിയെടുക്കും. ആജീവനാന്തം കിട്ടുന്നത് ഈ കഞ്ഞിയാണ്. താൻ ആയിരിക്കുന്ന അവസ്ഥയുടെ കാഠിന്യം പോലും അറിയാത്ത നിഷ്കളങ്കനായ തെയ്യത്താൻ എന്ന മനുഷ്യനായി ഈ ഹോക്സ്വർത്ത് ഉടമയെ പോയി കണ്ട് പരിചയപ്പെട്ടിട്ട് വില കൊടുത്തു വാങ്ങി. അദ്ദേഹത്തെ മാത്രമല്ല 8 പേരെ വില കൊടുത്തു വാങ്ങി. തൊട്ടടുത്തൊരു നദി ഒഴുകുന്നുണ്ട്, പമ്പാ നദി. അപ്പോൾ തന്നെ അവിടെ കൊണ്ടുവന്ന് പമ്പാ നദിയിൽ സ്നാനം കൊടുത്ത് ക്രൈസ്തവരാക്കിയില്ല. പിന്നെന്താ ചെയ്യുന്നറിയണ്ടേ? കാളവണ്ടിയിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നത് തുറന്ന് സുഗന്ധമുള്ള നിറമുള്ള ഒരു സോപ്പ് എടുത്തു കൊടുത്തു. അടിമ ജീവിതത്തിൽ ആദ്യം കാണുകയാണ് സോപ്പ്. അതെങ്ങനെ ഉപയോഗിക്കണം എന്നും പറഞ്ഞു കൊടുത്ത് കുളിക്കാൻ പറഞ്ഞു. 8 പേര് നിരന്നൊന്ന് കുളിക്കുകയാണ്. അവരുടെ വസ്ത്രം കൂമ്പുപാളകളാണ്. കൂമ്പുപാള ധരിച്ച് ചിരട്ട കൊണ്ട് ഒരു പ്രത്യേക സംവിധാനം അത് കിഴുത്തയിട്ട് കെട്ടി അതുകൊണ്ട് മാറുമറച്ചും നിൽക്കുന്ന സ്ത്രീ, മറ്റു കുട്ടികള്, തെയ്യത്താനും കുടുംബവും ഈ സോപ്പ് മാറി മാറി തേച്ചത് മൊത്തം തീർത്തു. അത്ര സുഗന്ധമുള്ള മനോഹരമായ സോപ്പ് അദ്ദേഹത്തെ ആകർഷിച്ചു. കുളി കഴിഞ്ഞ് കയറിയപ്പോൾ ഈ ഹോക്സ്വർത്ത് തൻ്റെ പക്കലുള്ള നീളമുള്ള കുറേ തുണി കട്ട് ചെയ്ത് ഭാര്യയ്ക്കും ഭർത്താവിനും ഓരോ പീസ് കൊടുത്തു. അതിങ്ങനെ അവരെ കെട്ടി കരക്കി ഇറങ്ങി പറഞ്ഞു, യജമാനെ, ഞങ്ങൾക്കിത് കെട്ടാനൊന്നും നിർവാഹമില്ല. കാരണം ആളുകൾ ഇതുവഴി ഞങ്ങളിത് കെട്ടി നടക്കുന്ന എന്താ പ്രശ്നമാണ്. ഞങ്ങൾക്ക് അംഗീകരിക്കപ്പെട്ട വസ്ത്രം കൂമ്പുപാളകളാ. ഹോക്സ്വർത്ത് പറഞ്ഞു, ഞാനാ നിങ്ങളെ വില കൊടുത്ത് വാങ്ങി. നിങ്ങളെന്ത് ധരിക്കുമെന്ന് ഞാൻ തീരുമാനിക്കും. തടയുന്നവരെന്ന് കാണട്ടെ. ഈ കുടുംബത്തെ മുഴുവൻ തിരുവല്ലയിലുള്ള മിഷൻ ക്യാമ്പസിൽ കൊണ്ടുപോയി 1 കൊല്ലം പഠിപ്പിച്ചു. ഇംഗ്ലീഷ് പഠിപ്പിച്ചു, പാട്ട് പുസ്തകം കൊണ്ടുവന്ന് പാടാൻ പഠിപ്പിച്ചു, കയ്യിലുള്ള ബൈബിളിന്റെ ഏതാനും ഭാഗമുണ്ടെന്ന് അത് വായിക്കാൻ പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ലണ്ടനിൽ പ്രസിദ്ധം ചെയ്യുന്ന മിഷൻ സൊസൈറ്റിയുടെ മാസികയിൽ പ്രസിദ്ധീകരിക്കുന്ന 75 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പഠിപ്പിച്ചു. അതിലെന്തൊക്കെയാണെന്നറിയണ്ടേ? ആരാണ് ദൈവം? ആരാണ് യേശുക്രിസ്തു? എന്താണ് പരിശുദ്ധാത്മാവ്? എന്താണ് പ്രാർത്ഥന? എന്താണ് ആത്മാവ്? എന്താണ് ശുചിത്വബോധം? 1 കൊല്ലം കൊണ്ട് പല്ല് തേക്കാൻ വൃത്തിക്ക് പഠിപ്പിച്ചു, കുളിക്കാൻ വൃത്തിക്ക് പഠിപ്പിച്ചു, വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചു. അവര് 1 കൊല്ലം കഴിഞ്ഞ് 1854 ഒരു സെപ്റ്റംബർ 10-നാണ് നിമജ്ജന സ്നാനം ഏൽക്കുന്നത്. പെട്ടെന്ന് പിടിച്ചൊരുവനെ എങ്ങനെ ഇതിനൊപ്പം ആക്കാം എന്ന ഒരു പരീക്ഷണമോ ഉദ്വേഗമോ ഞങ്ങൾക്കില്ല. ഞങ്ങളല്ല അങ്ങനെ ആക്കുന്നത്. ഞങ്ങളുടെ വീക്ഷണം അനുസരിച്ച് ആരാണ് ഇവനെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നത്? വചനം പറയുന്നു, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. പ്ലാൻ. അതാണ് സത്യം. അപ്പം ഇങ്ങനെയാണ് 100-125 കൊല്ലങ്ങളിൽ ഈ രാജ്യത്ത് നമ്മൾ പ്രവർത്തിച്ചത്. മറ്റൊന്നുകൂടി, ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടറുകൾ മുളക്കുഴ, ഉമ്പനാട്, ചിങ്ങമനം,
പുനലൂർ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലുണ്ട്. അവിടെ നടക്കുന്ന കൺവെൻഷനുള്ള പ്രായവും ഏതാണ്ട് 100-ന് മീതെയാണ്. 100, 110, 102 വർഷങ്ങളിലെ കൺവെൻഷൻ. നിങ്ങൾ പരിധി ഓരോ കൊല്ലം കഴിയും തോറും അവിടെ വന്നു ചേരുന്ന ആളുകളുടെ എണ്ണം 10,000-കണക്കിനായി വർദ്ധിക്കുകയാണ്. ഓരോ വർഷവും അംഗസംഖ്യ വർദ്ധിക്കുകയാണ്. ഈ ഏതാണ്ട് 1.25 നൂറ്റാണ്ടോളം പ്രായമുള്ള ഈ കൺവെൻഷനുകളുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ, ബഹുമാനപ്പെട്ട ഭരണകൂടം പറയട്ടെ, ഒരു പെറ്റി കേസ് അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു വ്യവഹാര തർക്കവും, ഒരു പെടുമരണങ്ങളും, ഒരു കത്തിക്കുത്തും, ഒരു കിലുക്കിക്കുത്തും വിവാദവും, ഒരു തീപിടുത്ത വിവാദവും അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ജനം എങ്ങനെയാണ് നമ്മിലേക്ക് ആകർഷിക്കുന്നത്? ഇതിൻ്റെ ഇത്തരം ചില സൗന്ദര്യങ്ങൾ ചിലരെ ആകർഷിക്കും. അപ്പൊ ഞങ്ങളെ ആർക്കെങ്കിലും നേരിടാൻ മനസ്സുണ്ട്, ഒറ്റ വഴി ഇതിലും നല്ലൊരു ബദൽ സൃഷ്ടിക്കുക മാത്രമേ സാധിക്കൂ. മറ്റൊരു വഴിയുമില്ല. അടരാടാൻ ഒരുങ്ങി വരുന്നവരോടും നേരെ മുമ്പിൽ നിന്നിട്ട് വെല്ലുവിളിക്കുന്നൊരു മാർഗമല്ലിത്. മരിച്ച് അടിയേറ്റുവാങ്ങി തകർന്ന് ആ തരിശു നിലങ്ങളിൽ നിന്ന് കരുത്ത് കാട്ടി വളരുന്ന അനുഭവത്തോടെ നസ്രായനായ യേശുവിന്റെ ധന്യതയാർന്ന സുവിശേഷത്തിന് വേണ്ടി ഉലകമെമ്പാടും പ്രവർത്തിച്ച മഹത്തരമായ ഒരു ചരിത്രമാണ് ഞങ്ങൾക്കുള്ളത് എന്ന ആ സാക്ഷ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആത്മാഭിമാന പുരസ്സരം ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ ധന്യരാക്കിയ, ഞങ്ങളെ വീണ്ടെടുത്ത അരിമനാഥനായ യേശു ക്രിസ്തു എന്ന ഉലകരക്ഷകന്റെ മരണമാണ് മാനവ ചരിത്രത്തിന്റെ, മാനവ സമൂഹത്തിന്റെ രക്ഷയ്ക്ക് ഹേതുവെന്നുള്ള ആ വിശ്വാസം എവിടെയും ഞങ്ങൾ ഉയർത്തി അതിന്റെ കൃത്യത പ്രസ്താവിക്കും. ഒന്നുകൂടി പറഞ്ഞു ഞാൻ ഈ പറഞ്ഞത്തെ വിശദീകരിക്കാം. മറ്റൊന്ന്, ഞങ്ങൾ രാജ്യ നിയമങ്ങളെ ആദരിക്കുന്നു. അത് വെറുതെ ഒന്ന് ആദരിക്കുന്നു പറയല്ല, അത് ഈ പുസ്തകം അതിന് നിർബന്ധം ചെലുത്തും. ഞാൻ കൃത്യം പറയാം. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഏത് പാർട്ടിയുമാകട്ടെ, ആ ഭരണാധികാരിയെ ദൈവമാക്കി എന്ന് വിശ്വസിക്കണമെന്നാണ് ഈ പുസ്തകം. അങ്ങനെയല്ലേ വചനം പറയുന്നത്? അത്യുന്നതൻ തനിക്കിഷ്ടമുള്ളവർക്ക് രാജ്യത്വം കൊടുക്കുന്നു. ഒന്നുകൂടി പറഞ്ഞു, സ്വസ്ഥതയും സാവധാനതയുമുള്ള ഒരു മഹൽ ഭരണം അവർ നിർവഹിക്കാൻ വിശേഷാൽ അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വീണ്ടും പറഞ്ഞു, ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങണം. അപ്പോ ഭാരതീയ ന്യായ സംഹിതയാണെങ്കിലും, അല്ലെങ്കിൽ പഴയ IPC ആണെങ്കിലും, CRPC ആണെങ്കിലും, ഭരണഘടനയാണെങ്കിലും ഇതിനെ ബഹുമാനിക്കണം. അങ്ങനെയാ. മാത്രമല്ല, നികുതി കൃത്യം കൊടുക്കണമെന്ന് പഠിപ്പിച്ച ഒരു മാതൃക കൂടി ഈ പുസ്തകത്തിലുണ്ട്. തർക്കമുണ്ടായി. അടിമകളായിരിക്കുക ഇസ്രയേല്. തങ്ങളെ വന്ന് ഭരിക്കുന്ന റോമക്കാർക്ക് ഈ നികുതി കൊടുക്കണോ എന്ന തർക്കം ഉന്നയിച്ചപ്പോൾ ഒരു നാണയം കയ്യിലെടുത്തിട്ട് യേശു കർത്താവരോട് ചോദിക്കുക, ഈ നാണയത്തിൽ നിങ്ങളൊരു ലോഗോ കാണുന്നുണ്ടല്ലോ, അതാരുടെയാ? അത് കൈസറുടെ രാജ്യം ഭരിക്കുന്നത് ആണോ? ആ നാണയമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്തതെങ്കിൽ കൈസർക്കുള്ള വിഹിതം കൈസർക്ക്. അങ്ങനെ പഠിപ്പിച്ച ഉലക ഗുരുവാണ് നമ്മുടെ കൂടെ. അതുകൊണ്ട് രാജ്യ നിയമങ്ങളെ ബഹുമാനിക്കണം. കണ്ടാണ് നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? നമുക്ക് നിയമാനുസൃതം രാത്രി യോഗം നടത്താനുള്ള അനുമതി രാത്രി 10 വരെയാണ്. 10 വരെ നീണ്ടൊരു കൺവെൻഷൻ നിങ്ങൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ? 9:30 വരെ പോലും 9-നുള്ളിൽ ഒക്കെ യോഗം തീരുന്ന എന്തുണ്ടാവും? ഞങ്ങൾ രാജ്യ നിയമങ്ങളെ ബഹുമാനിക്കുന്നു. അങ്ങനെയാണ്. ഇനി മറ്റൊന്ന്, ഈ രാജ്യങ്ങളൊക്കെ ബഹുമാനിക്കുമ്പോഴും ഒരു കാര്യം വിനയാന്വിതരായി പറയാതിരിക്കാൻ വയ്യ. ചില നിയമങ്ങളെ ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല, മൈൻഡ് ചെയ്തേ ഇല്ല. അതെന്താണെന്നറിയണ്ടേ? സകലത്തിനും കാരണഭൂതനായ ഒരു ദൈവമൊഴികെ മറ്റൊന്നിനെയും ഞങ്ങൾ ആരാധിക്കില്ല. അതൊരു നിശ്ചയദാർഢ്യം, പിണക്കമൊന്നും ഉണ്ടായിട്ടില്ല. ഇതര മതസ്ഥരെ, സാമൂഹ്യവൽക്കർത്താക്കളെ, ദേശീയ ചിഹ്നങ്ങളെ, രാഷ്ട്രപിതാവിനെ, രാഷ്ട്രപതിയെ ഒക്കെ ആദരിക്കും, പക്ഷെ ആരാധിക്കില്ല. ആരാധനയ്ക്ക് യോഗ്യൻ, സകലത്തിനും സൃഷ്ടാവായ
ജഗത് നിയന്താവായ ദൈവം മാത്രം. പക്ഷെ അത് തന്നെയാ പ്രശ്നം. മനസ്സിലായല്ലോ നമ്മുടെ കാര്യങ്ങൾ. ഇനി ഞാൻ വചനത്തിലേക്ക് വരാം. ചില ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ ഒന്ന് മാറാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ജൂതന്മാരെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങി. ജൂതന്മാരുടെ സംസ്കാരം അനുസരിച്ച് കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. അവർക്ക് അരക്ഷിതാവസ്ഥ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ, അവർ കടന്നുപോയ തീഷ്ണമായ ജീവൽ പ്രശ്നങ്ങളുടെ നടുവില് അവർ വഴിതെറ്റിപ്പോയപ്പോൾ, പ്രമാണരഹിതരായപ്പോൾ, ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന ആ വലിയൊരു വല്ലാത്ത ബോധം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഇടുക്കം, ഒരു ബന്ധനാവസ്ഥ. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആലയത്തിൽ ആരാധനയുണ്ട്, കർമ്മനിരതമായ ഓരോ ജൽപ്പനങ്ങളുണ്ട്. പക്ഷേ സന്തോഷമില്ല, ആനന്ദമില്ല, തൃപ്തിയില്ല. ഇത്തരം തൃപ്തിയില്ലാത്ത ഒറ്റപ്പെട്ട ജീവിതചര്യകൾക്ക് നടുവില് അവരെ പറ്റിക്കാൻ ഒത്തിരി മനുഷ്യർ വന്നു. അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ രക്ഷിക്കാം, ഞാനാ നിന്റെ രക്ഷകൻ, ഞാൻ നിന്നെ സഹായിക്കാം, ദൈവം എന്നെ പറഞ്ഞേച്ചിട്ട് വന്ന ഒരു പ്രവാചകനാ ഞാൻ, അക്സെപ്റ്റ് മീ, എന്നെ ഒന്ന് പിന്തുടര്. ഇവരവരോട് തിരിച്ചു പറയും, ചേട്ടനെ അംഗീകരിക്കാൻ ഞങ്ങൾക്കൊരു മടിയില്ല, ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ഞങ്ങളുടെ പൂർവികരുടെ ചരിത്രം, അവര് ആർത്തലക്കുന്ന സമുദ്രത്തെ ഖണ്ഡിച്ച് ഉണങ്ങിയ നിലം വഴി ഇക്കരെ കിടന്നു. അവരത്ഭുതങ്ങളുടെ, ദൈവപ്രവർത്തിയുടെ, പ്രകൃത്യാതീത സംഭവങ്ങളുടെ പരമ്പര കണ്ടു. ഇത്യാദി നിരവധി കാഴ്ചകൾ കണ്ടു വന്ന ഞങ്ങളുടെ പൂർവികർ അതേ ദൈവത്തെയാണ് നീയും സേവിക്കുന്നതെങ്കിൽ അവർ ചെയ്തതുപോലെ ഒരത്ഭുതം ചെയ്യണം. അതല്ല കാര്യമില്ലേ? അങ്ങനെ ഇവർ പരാജയപ്പെടും. അവർ പരാജയപ്പെട്ട് തിരിച്ചു പോകും. അപ്പൊ യഹൂദന്റെ പൊതു സ്വഭാവം പറഞ്ഞു, അടയാളം ചോദിക്കുക. You perform a miracle, then only we will believe in you. നീ ഒരു അത്ഭുതം കാണിക്ക്, ഞങ്ങൾ നിനക്കൊപ്പം നിൽക്കാം. ഇതാ വസ്തുത. മറുവശത്ത് ഗ്രീക്കുകാർ എന്നൊരു വിഭാഗമുണ്ട്. അവരെയാണ് നമ്മുടെ മലയാളം ബൈബിൾ വിളിക്കുന്നത് യവനർ. ബൈബിൾ മാത്രമല്ല, ഭാഷയിൽ ആ പദം ഉപയോഗിക്കുന്നേ. ആ പദം വരാൻ കാരണം റോമക്കാരുടെ കാലത്ത് ഗ്രീക്കുകാരുണ്ടായിരുന്നു. ഈ ഗ്രീക്കുകാരെ റോമക്കാർ വിളിച്ചൊരു പേരുണ്ട്, ആയോണിയന്മാർ എന്നുവെച്ചാൽ പരിഷ്കാരികൾ. ഈ ആയോണിയം എന്ന വാക്കിന് നഗരം എന്നർത്ഥം. നാഗരികതയുള്ളവർ, നഗരത്തിൽ നിന്ന് വന്നവർ, പരിഷ്കാരികൾ, സംസ്കാര സമ്പന്നർ. അത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാക്കി? യവനർ അല്ല യുനാനി എന്നൊക്കെ കണ്ടില്ല, യുനാനി ചികിത്സ എന്നൊക്കെ കണ്ടിട്ടുണ്ട്. യുനാനികൾ, യവനായന്മാർ. ഇതാണ് ഇവർക്കൊരു പ്രത്യേകത. വൈദ്യശാസ്ത്രം അവരുടെ നാട്ടിൽ നിന്നാണ്. നമ്മൾ അറിയപ്പെടുന്ന പ്രമുഖരായ ചിന്തകരൊക്കെ അവരുടെ നാട്ടിൽ നിന്നാണ്. ഗണിത ചിന്തയ്ക്ക് പേരുകെട്ട സ്ഥലമാ, നാടകങ്ങൾക്ക് പേരുകെട്ട സ്ഥലമാ, കവിതകൾക്ക് പേരുകെട്ട സ്ഥലമാ, ഇലിയഡും ഒഡീസിയും ഒക്കെ രൂപപ്പെട്ട സ്ഥലമാ. ഹോമറുടെ, അതുപോലെ തന്നെ സോക്രട്ടീസിന്റെ, പ്ലേറ്റോയുടെ, അരിസ്റ്റോട്ടിലിന്റെ ഒക്കെ ഉദാത്തമായ തത്വചിന്തകൾ രൂപപ്പെട്ട സ്ഥലമാ. പൈഥാഗോറസിന്റെ നാടാ. പ്രമുഖങ്ങളായ തത്വചിന്തകൾ രൂപപ്പെട്ടൊരു സ്ഥലമാ. അവരെപ്പോഴും ജ്ഞാനം അന്വേഷിച്ചുകൊണ്ടിരിക്കും, അറിവിനെ തേടിക്കൊണ്ടിരിക്കും. അത്ഭുതം കണ്ടാൽ അവർക്കതിൽ വിശ്വാസം വരാതെ അത്ഭുതം എങ്ങനെ സംഭവിച്ചു എന്നതിന്റെ കാര്യകാരണങ്ങളെ ശാസ്ത്രീയമായി വിശദീകരിക്കും. അക്കാലഘട്ടത്തിലൊക്കെ മനുഷ്യരെ അന്തരീക്ഷത്തിൽ തീ പിടിപ്പിക്കുന്ന ജാലവിദ്യകൾ കാട്ടി ജനങ്ങളെ പറ്റിക്കുമ്പോൾ ഗ്രീക്കുകാർ മുമ്പോട്ട് വന്നിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നതിന്റെ ആ കെമിക്കൽ ഫോർമുലകൾ ആളുകളെ പറഞ്ഞ് വിശദീകരിക്കും. അങ്ങനെ കെമിസ്ട്രിയെ ആധാരമാക്കിക്കൊണ്ട്, ഭൗതിക ശാസ്ത്രത്തെ അന്നത്തെ നിലയിൽ ആധാരമാക്കിക്കൊണ്ട് കാര്യാദികൾ വിവരിക്കുന്ന വിജ്ഞാനികളുടെ നാടായിരുന്നു ഗ്രീസ്. അവിടെയല്ലേ സോക്രട്ടീസ് പിറന്നത്, അവിടെയല്ലേ പ്ലേറ്റോ പിറന്നത്, അവിടെയല്ലേ അഥേനഗോറസ് പിറന്നത്, അവിടെയല്ലേ പ്രസിദ്ധനായ അലക്സാണ്ടർ പിറന്നത്. അപ്പൊ ഈ രണ്ട് ജനതയെ ജീവിത ചിന്തകളുടെ രണ്ട് ഭാഗത്തിങ്ങനെ ചൂണ്ടിക്കാട്ടി പ്രവാചകൻ മൂന്നാമതൊരു കാര്യം പറയാം. ഞങ്ങൾ ഇത് രണ്ടിന്റെയും വഴിക്കല്ല. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്ന രൂപേണ ജനങ്ങളെ ഞങ്ങളിലേക്ക് ആകർഷിക്കുന്ന വഴിയിലല്ല. ജ്ഞാനികൾ ചോദിക്കുന്ന നിങ്ങളുടെ ജ്ഞാനത്തിന്റെ തീഷ്ണതയ്ക്ക് ഉത്തരം തരുന്ന വിജ്ഞാനത്തിന്റെ വഴിയിലുമല്ല.
ഇത് രണ്ടുമല്ലാതെ ഞങ്ങളൊരു പുതുവഴി പറയുന്നു, ഒരു പുതിയ വ്യത്യസ്തതയുള്ള, ഇത് രണ്ടുമായി തുലനം ചെയ്യാനാവാത്ത ഒരു വിഷയമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതെന്താ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഇത് കേട്ടിട്ടപ്പോ യഹൂദന് ഇടർച്ച, ജാതികൾക്ക് അല്ലെങ്കിൽ ഈ ഗ്രീക്കുകാർക്ക് ഭോഷത്വം. നമ്മളെക്കുറിച്ച് ആളുകളുടെ ധാരണ നമ്മളെല്ലാം പറഞ്ഞെന്തെന്നാ ഭോഷ്കർ. അങ്ങനെ ധരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതൊന്നും ഒരു സംവാദവേദിയിൽ വന്നവർക്ക് പറയാൻ കഴിയാതെ വന്നിട്ടുണ്ട്. ഈ ഭോഷന്മാരെന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ചരിത്രം ഒന്ന് പരതിയാൽ ഇതുവരെ കിട്ടിയ ശാസ്ത്രരംഗത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയ ആളുകളുടെ കണക്കെടുത്താൽ 69% ആളുകൾ ഈ പുസ്തകത്തിന്റെ അനുവാചകരാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? 69% ആളുകൾ. ഗണിതമെടുത്താൽ, ശാസ്ത്രമെടുത്താൽ, കെമിസ്ട്രി, ശാസ്ത്രത്തിന്റെ വിവിധ മേഖലകൾ എടുത്താൽ ഒരു വലിയ വിജ്ഞാനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആദരവ് നോബൽ പ്രൈസ് എങ്കിൽ ആ നോബൽ പ്രൈസിന്റെ 69-70 കുട്ടിക്കോ 70% കരഗതമാക്കിയത് യേശുവിനെ അനുഗമിക്കുന്ന, ഈ പുസ്തകം വായിക്കുന്ന, ഇതിന്റെ പ്രചാരകരായ സയന്റിസ്റ്റുകളാ. ഈ ജ്വലിച്ചു നിൽക്കുന്ന വെളിച്ചമില്ലേ, ഈ വെളിച്ചത്തിന്റെ പ്രചോദനം തോമസ് ആൽവ എഡിസണില്ലേ, അത് ഈ ബൈബിളിന്റെ അനുവാചകനായിരുന്നു. ഈ ജ്വലിപ്പിക്കാൻ വേണ്ട ഈ പവർ ഇങ്ങോട്ട് തരുന്ന വൈദ്യുതിയില്ലേ, ആ വൈദ്യുതിയുടെ പിതാവിന്റെ പേര് മൈക്കൽ ഫാരഡേ എന്നായിരുന്നു. അദ്ദേഹം എന്നെ പോലെ യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകനായിരുന്നു. എത്ര പേരുകൾ കേൾക്കണം. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏറ്റവും ശ്രേഷ്ഠമായി ലോകം വാഴ്ത്തുന്ന സർ ഐസക് ന്യൂട്ടനില്ലേ, ന്യൂട്ടൻ എന്നെ പോലെയല്ല, എന്നെക്കാൾ മഹത്തരമായി ബൈബിൾ പ്രസംഗിക്കുമെന്ന് മാത്രമല്ല, ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിനും ദാനിയേൽ പ്രവചനത്തിനും വ്യാഖ്യാനം എഴുതി ജനങ്ങളെ പഠിപ്പിച്ച ഉന്നതനായൊരു സുവിശേഷകനായിരുന്നു. ലോകം ബോഷ്കെന്ന് പറഞ്ഞ് താറടിച്ചൊറ്റപ്പെടുത്തുമ്പോൾ ആധുനിക ശാസ്ത്രചിന്തയോടൊപ്പം നടന്നുകൊണ്ട് അതിന്റെ കൃത്യമായ അനുവാദത്തിൽ വസ്തുതകളെ വിശദീകരിക്കാൻ കെൽപ്പുള്ള ഉലകം കണ്ട മഹത്തരമായ ഗ്രന്ഥ സാഹിത്യത്തിന്റെ പേരാണ് വിശുദ്ധ ബൈബിളെങ്കിൽ ആ ബൈബിളും അതിൽ വിരാജിക്കുന്ന ക്രിസ്തുവും ഉലകരക്ഷകൻ എന്ന് പറയാനുള്ള ഞങ്ങളുടെ ആർജവം എവിടെയും താഴ്ത്തിവെക്കാതെ ഈ രാത്രി ഈ ഗ്രാമത്തോട് പറയാം, പോഷ്ടെന്ന് കരുതി തള്ളി മാറ്റിയ ഈ പുസ്തകത്തിനകത്തുണ്ട് മനുഷ്യരാശി ഇന്നും ചോദിക്കുന്ന 100 ചോദ്യങ്ങളുടെ ഉത്തരം. ഒരു മഹാസാഗരം പോലെ അതിന്റെ അലയൊലികൾക്ക് മുമ്പിൽ പ്രതിരോധം തീർക്കാൻ ഉലകത്തിലൊരു ശക്തിക്കും കഴിയാത്ത വിധം ഈ മഹാപ്രഭാതത്തിന് വഴി തടയാൻ കഴിയാതെ ഉജ്ജ്വലമായ വിധത്തിൽ അത് ജനഹൃദയങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അത്തരം മഹത്തരമായ ആ പ്രവാഹ സരണിയില ഈ രാത്രി ഇരുന്ന് നിങ്ങൾ ഈ സുവിശേഷം കേൾക്കുന്നതെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ, വിടുവിക്കാൻ, ശക്തനാക്കാൻ കഴിയുന്ന ആ ഉദാത്തമായ സുവിശേഷ സംഹിതകളെ ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ആ സുവിശേഷത്തിന്റെ മഹിമ ഘോഷിക്കാം. രക്ഷ യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ. ഹല്ലേലൂയ. എൻ്റെ അരികിലൊരു മാന്യ സ്നേഹിതൻ ഒരു സംവാദവുമായി ബന്ധപ്പെട്ട് നടത്തുന്നൊരു വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽ മറ്റാണ്. നമ്മുടെ രവിചന്ദ്രൻ മാഷിന്റെ ഒരു സംഘടനയാണ്. ഇതിൽ അദ്ദേഹം തന്നെ ചില വ്യാഖ്യാനമൊക്കെ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിന് കൊണ്ടുവരുന്നുണ്ട്, പരിഹാസത്തോടെ. അങ്ങനെ കാര്യമുള്ളത് ബൈബിളിൽ 1-2 ദിവസം കഴിഞ്ഞു, 3-ാം ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും, അല്ലേ? അപ്പൊ ഇതൊക്കെ എടുത്ത് പുള്ളിയുടെ ഒരു വ്യാഖ്യാനം നടത്തി ജനങ്ങളെ മുഴുവൻ ഇങ്ങനെ സന്തോഷിപ്പിച്ചിരുത്തുക. അപ്പൊ എന്നോട് ചോദിച്ചു, സൂര്യനും ചന്ദ്രനും ഇല്ല, ഇത് ദിവസം വരികയും ചെയ്തു, അതെങ്ങനെ ശരിയാവും? ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിന്തിച്ചെങ്കിൽ അത് ശരിയാവില്ല, പക്ഷെ ശരി അത് തന്നെ. എന്താ കാര്യം പറയാം. ബൃഹത്തായ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിലെ ഒരു ഗോളത്തിന്റെ പേരാണ് ഭൂമി. മറ്റൊന്ന് സൂര്യൻ ഗ്രഹമല്ല. ഇത്യാദി ആയിരക്കണക്കിന് കോടിക്കണക്കിന് ഗ്രഹങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ ഒരു പരോക്ഷമായ വിശദീകരണ ഉൽപ്പത്തി. ഈ വിശദീകരണത്തിന്റെ സെന്റർ എവിടെയാണ്? ഭൂമിയാണോ? ഭൂമിയിൽ നിന്നുകൊണ്ട് ഭൂമി സൃഷ്ടിച്ചു എന്നാണോ? അല്ല, ഇതിലൊന്നാണ് ഭൂമി. ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? ഇവനൊന്ന് ചുറ്റുന്നതിൻ്റെ പേരാണ് ദിവസം. അപ്പൊ ഇതിന്റെ ഒറേറ്ററിൽ, ഇതിന്റെ നറേറ്ററിൽ ഇത് പറയുന്ന, പ്രഖ്യാപിക്കുന്ന ആള് ആ മഹത്തായ വിശ്വത്തെ മുഴുവൻ ഒന്നായിട്ടെടുത്തിട്ട് അതിലൊന്ന് ഭൂമി, അതിലൊന്ന് സൂര്യൻ, അവിടുത്തെ ഈ 1-2 ദിവസം എന്നൊക്കെ പറയുന്നത്
നമ്മൾ കാണുന്ന 24 തെളിവ് വേണം. ആ ദിവസം തുടങ്ങുന്ന എങ്ങനെയെന്നറിയില്ലേ? സന്ധ്യയായി എന്ന് പറഞ്ഞ, രാവിലെ ആയി എന്ന് പറഞ്ഞല്ല. സന്ധ്യയായി ശേഷമായി 1-ാം ദിവസം. പക്ഷെ 6-ാം ദിവസം എത്തുമ്പോഴേക്ക് അതങ്ങ് തീർന്നു. 7-ാം ദിവസം തൊട്ട് സന്ധ്യയാവുന്നില്ല, ഉഷസും ആവുന്നില്ല, 7-ാം ദിവസം വന്നു. അതെന്തുകൊണ്ടാ? എബ്രാലേഖനത്തിൽ പറയാ, ദൈവത്തിന്റെ ജനത്തിനൊരു ശബത്ത് വീണ്ടും ശേഷിച്ചിരിക്കുന്നു. സുഹൃത്തെ, ഈ സമയം എന്നൊക്കെ പറയുന്ന ആനുപാതിക. മനസ്സിലായില്ല? പറയാം. ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്തൊരു നക്ഷത്രത്തിന് ഭൂമിയിൽ നിന്നുള്ള അകലം 33 പ്രകാശവർഷം ദൂരെയാണ്. ഞാൻ അതിലത് പറയുന്നുണ്ട്. 33 പ്രകാശവർഷം. 33 പ്രകാശവർഷം വേഗത്തിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. പ്രകാശവർഷത്തിൽ സഞ്ചരിക്കുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ മാധ്യമങ്ങൾ, ഞാൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നപ്പോൾ ഒരു ചാനലിന്റെ അവതാരകം പറയുക, ഇന്ത്യ പ്രകാശവർഷം വേഗത്തിലൊരു മിസൈൽ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രകാശവർഷം വേഗതയിൽ ചുമ്മാ തട്ടിവിടുക. സൂര്യനിൽ നിന്ന് പ്രകാശം പുറപ്പെട്ട് ഭൂമിയിൽ പതിക്കാനെടുക്കുന്ന വേഗതയാണ് ഒരു പ്രകാശവർഷം. നിങ്ങൾക്കറിയാം. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രത്തിന് 33 പ്രകാശവർഷം. 25 വയസ്സുള്ള വേണ്ട രണ്ടോട് കൂട്ടിയേക്കാം, പ്രായം ഒത്തുവരാം, 30 വയസ്സുള്ള ഒരു ചങ്ങാതി ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾക്ക് 6 വയസ്സുള്ളൊരു മോനുണ്ട്. ഈ 30 വയസ്സുള്ള മനുഷ്യൻ 6 വയസ്സുള്ള കുഞ്ഞിനെയും ഭാര്യയൊക്കെ ഉണ്ടാക്കി പ്രകാശവർഷം വേഗത്തിൽ സഞ്ചരിച്ച് ഈ നക്ഷത്രത്തിലെത്തി. തിരിച്ചും വന്നു. പക്ഷേ മുറ്റത്ത് വരുമ്പോൾ ഒരു കാഴ്ച. പുള്ളിക്ക് 6 വയസ്സുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു. ഇപ്പോൾ അവന് 72 വയസ്സ് പ്രായം. ഒരു കാരണം അവരവിടെ നിൽക്കുന്നു. നമ്മൾ സന്തസ്കൂൾ പഠിക്കാൻ ഏൽപ്പിച്ചിട്ട് പോയതാ. പെട്ടെന്ന് പപ്പ വരാമെന്ന് പറഞ്ഞ് പോയതാ. പെട്ടെന്ന് വരികയും ചെയ്തു. സംഭവിച്ചെന്നതിൻ്റെ ഇയാളങ്ങോട്ട് ഉയരുകയും ഭൂമി അങ്ങ് ഇറങ്ങി ആ പണി അങ്ങ് തുടർന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇയാൾക്ക് സ്പീഡ് അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല. വേഗത കാരണം ആള് പെട്ടെന്ന് വന്നപ്പോഴേക്ക് 72 വയസ്സുള്ള ഒരു പയ്യൻ, ഒരു അപ്പച്ചൻ, തനി യുവാവായി നിൽക്കുന്ന ഒരു 30-കാരനെ കണ്ടിട്ട് ചോദിക്കുക, ആരാ മനസ്സിലായില്ലല്ലോ? നിന്റെ അപ്പനെ നിൽക്കുന്നത്. ഇതാണ് സമയം. ഈ പാസ്മാർ ക്ഷമിക്കണം. നമ്മൾ ഈ മധ്യാകാശ വാഴ്ചയൊക്കെ ഉണ്ടല്ലോ, 7 കൊല്ലല്ലേ? 7 കൊല്ലത്തെ മധ്യാകാശ വാഴ്ചയിൽ കലണ്ടർ മനോരമ തന്നെയാണോ? ഇവൻ കറങ്ങല്ലേ, നമ്മൾ എടുക്കപ്പെട്ടില്ലേ, മുകളിലോട്ട് പോയില്ലേ? ഇവന്റെ കറക്കം ഇങ്ങനെ നടക്കാൻ ഞാനിതൊരുത്തരോട് ചോദിച്ചില്ലാത്ത പോലൊന്നുമില്ല. എന്നെ ഒറ്റ കൺവെൻഷൻ വേദി വിളിക്കരുതെന്നായി. എന്തെല്ലാം കമന്റ്. ദാവീദ് പറഞ്ഞ പോലെ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ, ഉത്തരം എന്താ? ഭൂമിയുടെ കറക്കം ഇങ്ങനെ നടക്കും, നമ്മൾ ഇവിടെ അങ്ങോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും ആപ്ലിക്കബിൾ അല്ലെന്ന്. കണക്കും ക്രമമെല്ലാം പാടെ മാറുമെന്ന്. വിസ്തൃതമായ ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയാണ് യോ എന്ന ഒരു പദത്തിലൂടെ എബ്രായ ഭാഷയിൽ വിശദീകരിക്കുന്നത്. ദിവസം എന്ന് പറയാൻ അവിടെ ഉപയോഗിക്കുന്ന പദം യോ, അതിൽ നമ്മൾ പറയുന്ന യാമം എന്നൊക്കെ. മനസ്സിലായില്ലേ? അതൊക്കെ കൂടുതൽ മനസ്സിലാക്കട്ടെ. നാളെ നമുക്ക് പകൽ എവിടെ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. എവിടെയാ? ഇല്ല. ഉണ്ടെങ്കിൽ അവർ പറഞ്ഞോളൂ. അപ്പൊ ശരി, തിരിച്ചുവരാം. അപ്പൊ യഹൂദന്റെ സ്വഭാവം അടയാളം തിരക്കുക, യവനന്റെ സ്വഭാവം ജ്ഞാനം അന്വേഷിക്കുക. ഇതിനകത്താണ് നമ്മളൊരു വഴി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. പക്ഷെ എന്തു പറ്റി? അടയാളം ചോദിച്ച് ആ വഴിത്താരയുടെ സഞ്ചരിച്ച ജൂതന്റെ ചിന്തകളും ആശയങ്ങളും ആ ജൂത ലോകവും പരാജയപ്പെട്ടു. മറുവശത്ത് പണ്ട് ഗ്രീക്കുകാർ അന്ന് ജ്ഞാനമെന്ന് പറഞ്ഞ് ലോകത്തെ പഠിപ്പിച്ചതൊക്കെ കാലഹരണപ്പെട്ടു. അവിടെ രൂപപ്പെട്ട വൈദ്യശാസ്ത്രമൊക്കെ ആധുനിക വൈദ്യം തിരിച്ചു വന്നപ്പോൾ, ശക്തിപ്പെട്ടപ്പോൾ അതൊക്കെ കാലഹരണപ്പെട്ടു. ആ നിഗമനങ്ങൾ കാലഹരണപ്പെട്ടു. അവർ പറഞ്ഞ
പറഞ്ഞതൊക്കെ അപ്രസക്തമായി. പക്ഷെ അന്നവർ ഹോഷ്ക്കെന്ന മുദ്ര കുത്തിയ ജൂതൻ ഇടർച്ചയെന്ന് വിളിച്ചു പറഞ്ഞ ഈ ബൈബിളും യേശുക്രിസ്തുവിന്റെ സുവിശേഷവും കഴിഞ്ഞ 2000 ആണ്ടായി ഭൂമിയുടെ 5 വൻകരകളിലും 24 മണിക്കൂറും ഇടതടവില്ലാതെ പ്രസംഗിക്കുന്ന ഉജ്ജ്വല സന്ദേശമായി മാറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ ലോകം ഏറ്റവും അധികം ഹൃദയം തുറന്ന് സ്വീകരിച്ചത് നസ്രായനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമായിരുന്നു. ഇത്തരം അകത്തര പിന്തുണയുള്ള ഇത്ര ശ്രേഷ്ഠ ആശയങ്ങളുള്ള ജൂതചിന്തകളും അപ്പുറത്ത് ഗ്രീക്ക് തത്വസംഹിതകളും ഒരുപോലെ പരാജയപ്പെട്ടിടത്ത് അജയ്യമായി വിരാജിക്കുന്ന സുവിശേഷമാണ് ഈ രാത്രി നമ്മൾ ഈ ദേശത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നേരെ അതിന്റെ മഹിമയിലേക്ക് ഞാൻ കടക്കുന്നു. അപ്പോൾ എനിക്ക് സമയമെത്തും, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പൗലോസ് പറയാ, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. നമ്മുടെ ഒരു ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ, പഞ്ചായത്ത്. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ കാൻഡിഡേറ്റ്സ് നമ്മുടെ വീട്ടിൽ വരും. വെളിച്ചം, വഴി, കുടിവെള്ളം ഇതെല്ലാം നിങ്ങൾക്ക് തരാം. എൻ്റെ വീട്ടിലേക്ക് റോഡ്, വീതി കുറഞ്ഞ റോഡ് ടാർ ചെയ്യുക, ഉയരം കൂടുതലാണെങ്കിൽ അവിടെ കോൺക്രീറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് പറയുക. നമുക്കൊരു കുഴപ്പമുണ്ട്, ഇതെല്ലാം അനുഭവിച്ചേച്ച് പറയും ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല. ആരും ഒന്നും ചെയ്യാനിട്ടുണ്ടോ? ഞങ്ങളൊക്കെ ഈ വന്ന റോഡ് എന്തൊരു മഹത്തരമാണ്. ഗൂഗിൾ കാണിച്ചു തന്ന വേഗതയേക്കാൾ വേഗത്തിൽ ഞാനിവിടെ ഓടിയെത്തി. ഇതുവഴി സഞ്ചരിച്ചിട്ട് നമ്മൾ പറയുന്നത് എന്തെന്നാ, ആരിവിടെ എന്തോ ചെയ്ത്, എന്തൊരവസ്ഥ. അവിടെ മാത്രമല്ല, ഈ സഹോദരിമാരെ ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ പറയാം, നിങ്ങളിവിടെ എനിക്ക് എന്താ ഉണ്ടാക്കി തരുന്നത്? ആ പറയുമ്പം ആ കഴിച്ച വസ്തുക്കളും ധരിച്ചിരിക്കുന്ന വസ്ത്രമെല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്താൽ എന്നാലും ചോദിക്കും, നിങ്ങൾ പറ എനിക്കിവിടെ എന്താ ഉള്ള? ഇങ്ങനല്ലേ? ഇങ്ങനെ അല്ലേന്ന് ചോദിച്ചിട്ടൊന്നും തല കുലുക്കാനുള്ള ത്രാണി പോലും പല പുരുഷന്മാർക്കും ഇല്ല. പോട്ടെ, ഇതുപോലെയാണ് തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും ഭരണകൂടം അവരെ കൊണ്ട് ചെയ്യാവുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അനുഭവിച്ചിട്ട് നന്ദി വേണ്ടേ? പിന്നെ നമ്മുടെ മെമ്പർ ശ്രമിച്ചിട്ടുണ്ട്, പാർട്ടി ചെയ്ത് വരട്ടെ, അതിനാ പ്രാർത്ഥിക്കണം. അല്ലാതെ ഇവരോടെല്ലാം ഒരു വൈരാഗ്യം സെറ്റ് ചെയ്തല്ല കാണണം. ഒക്കെ രാഷ്ട്രീയം ഉണ്ടാകാം, പക്ഷെ ഈ ഭരണകൂടമൊക്കെ ഇല്ലേണ്ട സ്ഥിതി എന്താ? ശരി പറയലേ, ഓ ഞാൻ ഇതിനകത്തൊന്നുമില്ല, എങ്ങനെ വരും? അതിനകത്തൊരു ഗതികേട് കേൾക്കണം. മുഖ്യമന്ത്രി ഇല്ലെന്ന് വിചാരിക്കുക, പ്രധാനമന്ത്രി ഇല്ല, പോലീസില്ല എന്നൊക്കെ വന്നാലുള്ള സ്ഥിതി അറിയോ? ഇതൊക്കെ വേണ്ടെന്നല്ലേ ഞങ്ങൾ പറയും. ഇതിനകത്തൊന്നും കാര്യമില്ല, ഞങ്ങളിങ്ങനെ നോക്കോളാം. മുഖ്യമന്ത്രി ഇല്ല, പഞ്ചായത്ത് മെമ്പറില്ല, ഭരണകൂടമില്ല, കേന്ദ്രമില്ല. ഇങ്ങനെ വന്നു പോയാലേ ഈ പേരാമ്പ്ര സിറ്റി ഭരിക്കുന്നത് ഗുണ്ടകളായിരിക്കും. യോഗം കഴിഞ്ഞ് പോക്ക് നടക്കില്ലെന്ന്, വെയിൽ കയ്യേറുമെന്ന്, കയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരനാകുന്നു. അതില്ലാതെ വന്ന് എന്തുണ്ടാകും? ഒരു ഭരണം. എന്നാ ബൈബിൾ പറഞ്ഞ വിശേഷ അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. പിടിയോ? അപ്പൊ എല്ലാ പാർട്ടിക്കാരും എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. തങ്ങളാ കഴിയുന്നതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം വീണ്ടും ഓരോ വാഗ്ദാനം പറയുന്ന കൂടെ ഒരു സ്ഥാനാർത്ഥി പറയുക എന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ വെളിച്ചമൊന്നും ഉണ്ടാകത്തില്ല, റോഡുള്ളതുകൊണ്ടൊക്കെ തൃപ്തിപ്പെടണം, 5 കൊല്ലം ഇത് ടാർ ചെയ്യാൻ പോകുന്നില്ല, പിന്നെ ഇങ്ങനെ കുറേ കാര്യം കൊണ്ട് പറയാം. എങ്കിലും നിങ്ങൾ എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രസംഗം കേൾക്കാൻ പോലും നമ്മൾ നിൽക്കുമോ? ആരെങ്കിലും ആ കക്ഷിയിൽ അണിചേരുമോ? ഇല്ല. ഈ നെഗറ്റീവിസം പറയുന്നവൻ്റെ കൂടെ ആരെങ്കിലും കൂടുമോ? കൂടുകയല്ല. പക്ഷെ കൂടുമെന്ന് തെളിയിച്ച മാർഗമാണ് ഞങ്ങളുടെ ഗുരു എന്താ പറഞ്ഞെന്നറിയണ്ടേ? എൻ്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഇത് പറയാനാണ് ഇത്രയും വന്നേ. എൻ്റെ കൂടെ വന്നാൽ നിങ്ങൾ ക്രൂശിക്കപ്പെടും. ഒരുവൻ എന്നെ അനുഗമിക്കാൻ താല്പര്യപ്പെട്ടാൽ എന്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. വിടവരും, വീട്ടിൽ ഒറ്റപ്പെടും, ദേശത്ത് ഒറ്റപ്പെടും, സമൂഹത്തിൽ ഒറ്റപ്പെടും, അവഗണിക്കപ്പെടും. ഇങ്ങനെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം എന്ന് പറഞ്ഞിട്ടും അണികൾ ഒരു മഹാപ്രവാഹം പോലെ ഓരോ നിമിഷവും രൂപപ്പെട്ടു
വരുന്ന ഉജ്ജ്വലനായ നേതാവിന്റെ പേരാ യേശുക്രിസ്തു. ഞാൻ ഇന്ന് രാത്രി ഇത് പ്രസംഗിക്കുമ്പോൾ ഭൂമിയുടെ മറുകരയിലും യേശുവിന്റെ അനുഗാമികൾ ശക്തിപ്പെടുന്നുണ്ട്. ഉലകത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും യേശുവിന്റെ അനുഗാമികൾ യേശുവിനെ അംഗീകരിക്കാൻ തയ്യാറായി വരുന്നുണ്ട്, സാക്ഷ്യപ്പെടുത്തി വരുന്നുണ്ട്. അതാണ് സുവിശേഷത്തിന്റെ മഹത്വം. ഇങ്ങനെല്ലാം ഉള്ള വ്യത്യസ്തതയുണ്ട്. ഇനി ഈ ക്രൂശിക്കപ്പെട്ടവനെ സാധാരണഗതിയിൽ ഈ ജയിച്ച രാജാക്കന്മാരെ കുറിച്ചല്ലേ പറയുന്നത്, ലോകം മുഴുവൻ പറയുന്നത്. ഈ എന്നിട്ടും ജയ ജയ എന്ന് പറയുന്നുണ്ട്. ജയിക്കാത്തവനാ വീണ്ടും വീണ്ടും ജയിക്കാൻ പറഞ്ഞു. എന്നോടൊരാൾ പറഞ്ഞു, ചിലയിടത്തൊക്കെ ചെന്നാൽ നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ചില ശക്തികളുടെ പേര് പറഞ്ഞിട്ട് ജയ് എന്ന് വിളിപ്പിക്കുന്നു. ഞാൻ പറയും, ധൈര്യമായിട്ട് വിളിച്ചോണം, അവൻ തോറ്റതാ. ഇനി നമ്മൾ പറയപ്പെടെങ്ങാനും അങ്ങനെ ജയിക്കുവാണെങ്കിൽ ജയിക്കട്ടെ, നമ്മുടെ വാക്കുകൊണ്ട്. സന്തോഷമില്ല അതിലൊന്നും. ഇങ്ങനെ നിർബന്ധിച്ച് വിളിക്കുമ്പോൾ ഒരു സന്തോഷം ചിലർക്ക് കിട്ടുവാണെങ്കിൽ കിട്ടിട്ടെന്നാണ്. അതിനെന്ത് കുഴപ്പം? ഞങ്ങളങ്ങനല്ല, നിർബന്ധിച്ച് ഞങ്ങളാരെ കൊണ്ടും, ഞാനാണ് വിശ്വാസിയെ കൊണ്ടും ഒരു കല്ലിലെ പറയിപ്പിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് ഇന്നൊരു മനുഷ്യനോടും കെഞ്ചി ഒരു സ്തോത്രം പറയാമോ ദൈവമക്കളെ? ഇത് കെഞ്ചിയൊന്നും പറയേണ്ട സാധനമല്ലെന്ന്, ഇത് കാര്യം പിടിച്ച് പറയിപ്പിക്കേണ്ട സാധനമല്ലെന്ന്. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ അടിത്തട്ട് രൂപപ്പെട്ടൊരു നന്ദിയുടെ പ്രകടനമാണ്. നന്ദി കരകറ്റാൽ സ്വതസിദ്ധമായ ബോധ്യത്തിന് കൊടുക്കുന്ന ആ സ്തോത്രം, ആ സ്തുതിയുമാണ് ദൈവത്തിന് സ്വീകാര്യം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് പര്യവസാനിപ്പിക്കണം. പ്രഥമ രാത്രി അല്ലേ പ്രിയരെ, ഇവിടെ കാഴ്ചയാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. പ്രഥമ രാത്രി ആയതുകൊണ്ട് ആ ക്രൂശിനെ കുറിച്ച് തന്നെ ഞാൻ വർണ്ണിക്കട്ടെ. എന്താ ഈ ക്രൂശ്? ലംബവും തിരച്ചീനവുമായ രണ്ട് തടിക്കട്ടകളാണ് കുരിശ്. ഒരു മരം ഇങ്ങനെ, ഒരു മരം തിരിച്ചു. നിങ്ങളും ഞാനും കണ്ടു പരിചയിച്ച കുരിശല്ല ചരിത്രത്തിലെ കുരിശ്. അതൊരു ആശാരി പണി കഴിപ്പിച്ച് ഉളിയും കൊട്ടുവടിയൊക്കെ കൊണ്ട് മനോഹരമാക്കിയ ചതുരവടിവുള്ള ഒരു ഉപകരണത്തിന്റെ പേരേ അല്ല കുരിശ്. കാരണം ഈ കുരിശ് എന്നതിന് ഗ്രീക്ക് ഭാഷയിലെ പേര് സ്റ്റൗറോസ്. ഈ സ്റ്റൗറോസ് എന്ന പദത്തിന്റെ അർത്ഥം ദണ്ഡന സ്തംഭം, ദണ്ഡിപ്പിക്കാനുള്ള തടി എന്നാണ്. രണ്ട് വാക്കുകളാണ് കുരിശിന്. കുത്തനെ നിർത്തുന്ന ആ തടിക്കൊരു പേര് പറയും സിംപ്ലക്സ്. വിലങ്ങൻ തടിക്കൊരു പേര് പറയും പാറ്റീബുലം. ഇതിൽ സിംപ്ലക്സ് ചുമക്കുന്ന ഏർപ്പാടൊന്നുമില്ല. നമ്മൾ കണ്ടു പരിചയിച്ച ചിത്രങ്ങളിലെ കാര്യമൊക്കെ തെറ്റാണ്. ഈ വിലങ്ങൻ തടി ചുമന്നാൽ മതി, അത് തന്നെ കട്ടിയാണ്. മഷികാ ചരിത്രമൊക്കെ ഇല്ലേ നമ്മൾ പ്രദർശിപ്പിക്കുന്നത്? ഇതിലൊക്കെ കാണുന്ന ആ ദൃശ്യങ്ങളെല്ലാം തന്നെ അതിശോക്തി കലർത്തിയതാണ്. അപ്പോൾ ഉരുളൻ തടി തോളിലേക്ക് വെച്ചിട്ട് ഈ ആളിന്റെ കൈ കൂട്ടി കെട്ടുകയാണ്. പുറത്തൂടെ വെച്ചിട്ട് കൈ കൂട്ടി കെട്ടും. പരുക്കനാണ്. ഇനി അതിനു മുമ്പുള്ള ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, പറയാം. ഈ ക്രൂശിക്കാൻ നിയോഗിക്കപ്പെട്ട മനുഷ്യനെ ക്രൂശിക്കാൻ ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഉടൻ കൊണ്ടുവന്നു. ആദ്യം 40 അടി ചാട്ടക്കടിക്കണം. ഈ 40 അടി അടിക്കുന്നത് പോലും സിസ്റ്റമാറ്റിക്കായ ഒരു ശിക്ഷാരീതിയുടെ ഭാഗമാണ്. ഈ ആളിനെ കമഴ്ത്തിക്കിടത്തി അല്ലെങ്കിൽ മലർത്തിക്കിടത്തി താഴെയും മുകളിൽ നിന്ന് ഒന്നിടവിട്ട് 2 പേരടിക്കും. 10 അടി അടിച്ചാൽ മതി, ജോലി തീർന്നു. സ്പീഡിലല്ല, പതുക്കെ 10 അടി. അത് മാറി 2 പേർ വരും. ആലിനെ കമഴ്ത്തിക്കിടത്തി ഇതുപോലെ അടിക്കും. വര വീണ പോലെ ശരത്ത് പാടുകൾ. ഇതിനനന്തരം ഈ മനുഷ്യനെ വീണ്ടും മലർത്തിക്കിടത്തി ഈ വശത്തുനിന്നൊരാൾ ഇങ്ങോട്ടും ഈ വശത്തുനിന്നൊരാൾ ഇങ്ങോട്ടും 10 വീതം അടി, 5 വീതം അടി. അപ്പം 30 ആയി. അടുത്തത് കമഴ്ത്തിക്കിടത്തി വീണ്ടും 5 വീതം അടി. ഇപ്പോൾ ഒരുതരം ചതുര വരകൾ ശരീരമാസകലം, റിബൺ ചുരുട്ടി മറ്റും പോലെ തൊക്ക് പലതും ഇങ്ങനെ ചുരുണ്ടിരിക്കും. ഇത് കണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അവന്റെ പുറം ഉഴവുചാൽ കണക്കേ കീറി. ഭീകരത മനസ്സിലാക്കണം. ഇതുകൂടാതെ യേശുവിന്റെ കാര്യത്തിൽ അല്പം നിയമത്തിലില്ലാത്തൊരു കാര്യം, ആ തലയിൽ കട്ടുകിടക്കുന്ന ഒരു മുൾ കിരീടം അടിച്ചിറക്കി
വെളുത്ത് സുമുഖനായ സുന്ദരനായ ഒരു മനുഷ്യനും കറുത്ത് കരിവാളിച്ച് ഭീകരരൂപിയാകും. ഇനി ഇയാളിനെ കുരിശുമരം തോളിലേക്ക് എടുത്തു വച്ചിട്ട് കൈ രണ്ടും കൂട്ടിക്കെട്ടണം. ഇയാള് അങ്ങോട്ടോ ഇങ്ങോട്ടോ വേച്ചു വിറച്ചൊക്കെ വീണാൽ ഒരു പ്രശ്നമുണ്ടാകും. ഈ കുരിശുമരത്തിൽ പിന്നെ ഒരാളും തൊടില്ല. എങ്ങനെയും തന്നെ തോളി കയറ്റണം. കാരണം മറ്റൊരാൾ ഇനി അതിൽ തൊട്ടുപോയാൽ വിധി പുറപ്പെട്ട സ്ഥിതിക്ക് ഇനിയും ഒരാൾ ഇതിൽ തൊട്ടാൽ ആ കുടുംബത്തിലേക്കൊരു ക്രൂശു മരണം വരാം എന്ന ഭയം, ഒരു ശാപചിന്ത ജനങ്ങളിൽ ഒരു അന്ധവിശ്വാസം പ്രചരിച്ചിരുന്നു. കണ്ട ആരും അത് പിടിക്കുകയില്ല. എങ്ങനെങ്കിലും ഈ തോളിൽ കെട്ടിക്കൊണ്ടുപോകണം, അല്ലെ അടി വീണ്ടും കിട്ടും. ക്രൂശിക്കപ്പെടാൻ പോകുന്ന യേശു. ഇനി ഒരു കാര്യം, ഈ ആണി അടിക്കുന്നതിനെ പറ്റിയാണ്. ആണിക്ക് ചതുര വടിവാണ്, അഗ്രമുരുണ്ടിരിക്കും, മറുഭാഗം നല്ല മുനയാണ്. ഇത് കൊണ്ടുവന്ന ശേഷം 3 ആരാച്ചാർമാർ ഈ ക്രൂശ് സജ്ജീകരിച്ച ഇടത്തേക്ക് ചെല്ലും. കൈകളിൽ കെട്ടിയ കയറടിച്ച് ഈ ക്രൂശ് തലങ്ങും വിലങ്ങും കെട്ടും. അത് ആണിയടിച്ചൊന്നും ഉറപ്പിക്കല്ല. അങ്ങനെ കെട്ടി സജ്ജീകരിച്ച ക്രൂശിലേക്ക് ആലിനെ കിടത്തും, നിലത്തും. കൈകാലികളങ്ങോട്ട് വലിച്ചു പിടിച്ച അനന്തരം അപ്പോത്തിക്കരി എന്നറിയപ്പെടുന്ന വൈദ്യൻ വന്ന നാഡീഞരമ്പുകൾ പരിശോധിച്ചിട്ട് ഈ കൈത്തണ്ടയിൽ കറുത്ത മഷിക്കൊരടയാളമിടണം. ആ അടയാളമിടുന്ന എന്തിനെന്നറിയണ്ടേ? ആ സ്പോട്ടിൽ വേണം ആണി ഇറക്കാൻ. നമ്മൾ കണ്ടു പരിചയിച്ച പോലെ കൈവെള്ളയിൽ ആണി അടിക്കുന്ന ഏർപ്പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾ റോമൻ ചരിത്രത്തിൽ ക്രൂശീകരണം നടക്കുന്ന എങ്ങനെയെന്ന് പഠിച്ചാൽ മതി. ആദ്യം 3 ആളുകളും ഒരുമിച്ച് ഈ കുറ്റപത്രം മഹാപുരോഹിതന് ഉത്തരവാദിത്തപ്പെട്ടവരെ വായിക്കും. ആ കുറ്റപത്രം അങ്ങോട്ട് വായിച്ചു കേൾപ്പിക്കുമ്പോൾ, നസ്രായനായ യേശു എന്ന താങ്കൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം ലംഘിച്ച് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് രാജ്യ നിയമമനുസരിച്ച് ഇതിനാൽ ക്രൂശുമരണം വിധിച്ചിരിക്കുന്നു പറയുമ്പോൾ ജനമൊക്കെയും റോമാ കൈസർ ജയിക്കട്ടെ ജയിക്കട്ടെ എന്ന് ഉച്ചത്തിൽ ഘോഷിക്കണം. ഈ ഘട്ടത്തിൽ ഈ 3 ആളുകളും ചേർന്ന് ആണിക്കുത്തി ഇറക്കും. ആണിക്കുത്തി ഇറക്കിക്കഴിഞ്ഞാൽ പുറത്തേക്ക് രക്തം പരമാവധി ചീറ്റി പുറത്തു വരും. രക്തം പരമാവധി പുറത്തു വരും. ആളൊരു അർത്ഥബോധാവസ്ഥയിലേക്ക് പതുക്കെ മാറും. ഉള്ളിൽ നല്ല ബോധം, പരോക്ഷമായിട്ടതിൽ, പുറമേ അതില്ല, പരോക്ഷമായി നല്ല ബോധം. ഇതിനനന്തരം വലിച്ചു പിടിച്ച ആ കരങ്ങളിലേക്ക് ആണി വീണ്ടും ചുറ്റിയേക്കടിച്ച് തലയിലേക്ക് ഇറക്കും. ഇതിനുശേഷമാണ് ഈ കുയിലെടുത്ത് വയ്ക്കുക. ഇതാണ് അതിൻ്റെ രീതി. പക്ഷെ യേശുവിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യസ്തത. നസ്രയനായ യേശു ഈ കുരിശുമരം ചുമന്നു വരുമ്പോ വേച്ച് വിറച്ച് താഴെ വീണ് എഴുന്നേൽക്കാൻ കഴിയണില്ല. അപ്പോഴൊക്കെ ഉത്തരവ് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട്, കൂട്ടുകാരെ ഇതൊന്ന് പിടിച്ചുകൂടെ? അപ്പോഴൊക്കെ ജനം പറയും, സാർ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കില്ല. എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, അവർക്കിതുപോലെ ശാപം വരും, ഭയമാണ്. ആ ഘട്ടത്തിൽ വയലിൽ നിന്ന് പണി കഴിഞ്ഞു പോകുന്ന ഒരു എത്യോപ്യൻ വംശജനായ ശിമോൻ എന്നൊരു മനുഷ്യനെ കാണുന്നു. ഇയാളുടെ 2 കുട്ടികളുടെ പേരും ബൈബിളിൽ പറയുന്നുണ്ട്. അതിലൊരാളുടെ പേര് അലക്സാണ്ടർ, ചക്രവർത്തിയുടെ പേരാ. പക്ഷെ ജോലി അടിമത്തം, പരിപ്പണിയ. മറ്റൊരാളുടെ പേര് രൂഫോസ്. 2 കുഞ്ഞുങ്ങൾ. ഒരുപക്ഷെ അപ്പൻ്റെ കൂടെ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഈ പണി പഠിക്കാനൊക്കെ വന്നിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെയും കൈ പിടിച്ചുകൊണ്ടുവരുന്ന ഈ മനുഷ്യൻ ശിമയോൻ ഒരു ആരവാരം കേൾക്കുക. എന്തെന്നറിയാൻ ആകാംക്ഷയോട് അവിടേക്ക് ചെല്ലുമ്പോൾ അവനെ കണ്ട് ഉത്തരവ് നടപ്പിലാക്കുന്ന ഒരാൾ പറഞ്ഞു, നീ ഇതുവഴി വാ, നീ ആ കുരിശം നടക്കുക. ഇവൻ പെട്ടെന്ന് അരികിൽ വന്നു. ആ താഴെ വേച്ചു വിറച്ച് കിടക്കുന്ന മനുഷ്യനെ നോക്കി. ആ കുരിശിൽ അടിക്കാൻ പാകത്തിന് ഒരു കാർഡ് സജ്ജീകരിച്ച് കുറ്റസംഗതി എഴുതിയ പിടിച്ച് ഒരുത്തന്റെ കയ്യിലിരിപ്പുണ്ട്, അവിടെ കൊണ്ട് അടിക്കണം. ആ കുറ്റസംഗതിയിലേക്ക് നോക്കി ആളിന്റെ പേരും കണ്ടു. യേസൂസ് നസറിൻ റെക്സ് യുഡായോറം, നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ്.
ഈ മനുഷ്യൻ യേശുവെന്ന് ഒത്തിരി കേട്ടിട്ടുണ്ട്, ആ വചനം ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ ഈ കേൾവിയുടെ അടിസ്ഥാനത്തിൽ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ആയിരങ്ങളെ സ്നേഹിക്കുന്ന, കരുതുന്ന മഹാനായ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവരാഗ്രഹിച്ചിട്ടുണ്ട് എനിക്കും യേശുവിനെ കാണണം. പക്ഷെ ഞാൻ അടിമയാണ്, പണി കഴിഞ്ഞു പോകാൻ നിർവാഹമില്ല. ആയിരക്കണക്കിന് ആളുകളെ പരിപോഷിപ്പിച്ച യേശുവിനെ കുറിച്ചുള്ള ആ കേൾവികളിലൂടെ ജീവിച്ച ഈ മനുഷ്യനെ നേരിട്ട് യേശുവിനെ കണ്ട് അമ്പരന്നു, തലയിൽ മുൾക്കിരീടം പറ്റി, അടിയേറ്റി ധാരധാരയായി രക്തമൊഴുക്കി നിൽക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ, അധർമ്മിക്കൊപ്പം ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടപ്പോൾ ആ മനസ്സൊന്നൊഴുകി. ആ മനുഷ്യനെടുത്തു വന്നു, എന്നും വരട്ടെ ഗുരു, നിന്നെക്കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. നീ എനിക്ക് അപ്പം തന്ന കൂടെ ഞാനവിടെ ഇല്ല. 5000 പേർക്ക് അപ്പം വിധിക്കുമ്പോൾ ഞാനവിടെ ഇല്ല. നീ ആയിരങ്ങളെ സൗഖ്യമാക്കുമ്പോൾ ഞാനത് കണ്ടിട്ടില്ല. കടലും മീതെ നീ നടക്കുമ്പോഴും ഞാനവിടെ വന്നിട്ടില്ല, നിന്നെപ്പറ്റി കേട്ടിരിക്കുന്നു. കടൽ മീതെ നീ നടക്കുമ്പോൾ കണ്ടവരില്ലേ? നിന്റെ അപ്പം വാങ്ങി ഭക്ഷിച്ചവരില്ലേ? നീ നടന്നു പോകുന്ന വഴിത്താരയിലൊക്കെ വസ്ത്രം വിരിച്ച് നിനക്ക് പാതയൊരുക്കിയവരില്ലേ? പക്ഷെ ക്രൂശിക്കപ്പെട്ടപ്പോ നിന്റെ കൂടെ നടക്കാൻ ഒരാളെയും കാണുന്നില്ലല്ലോ ഗുരു, ഒരാളും ഇല്ലല്ലോ ഗുരു. നന്ദി കെട്ട മനുഷ്യരുടെ നടുവിലൂടെ നീ ക്രൂശുമരം എടുത്തുകൊണ്ട് പോകുമ്പോൾ എനിക്ക് ശാപമോ വേദനയോ എന്തും വരട്ടെ ഗുരു. ഈ പാവപ്പെട്ടവൻ പണിയെടുത്ത് പകലന്തിയോളം ക്ഷീണിച്ചാ വരുന്നത്, പക്ഷെ എങ്കിലും ഞാൻ നിന്റെ ക്രൂശൊന്ന് എടുക്കുവാൻ ഇതാ എന്റെ തോള് വിട്ടുതരുന്നു. ഇങ്ങനെ സമർപ്പണത്തോടെ ജീവിതം വിട്ടുകൊടുത്ത അഭിമാനികളുടെ മാർഗമാ ഈ സുവിശേഷമെങ്കിൽ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർ കിടച്ച, യവനന്മാർക്ക് പോച്ചറ്റം, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനെ പ്രസംഗിക്കുന്നതേ എന്തെങ്കിലും കൈപ്പറ്റിയല്ല, എന്തെങ്കിലും സമ്പത്ത് കൈപ്പറ്റിയല്ല, എന്തെങ്കിലും പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ സ്വീകരിച്ചതല്ല. ഈ കഴിവതും ഈ തോള് അവന്റെ മഹത്തരമായ നാമത്തിന് വേണ്ടി കൊടുത്ത് ഒന്ന് ചാരിതാർത്ഥ്യമടയാൻ എനിക്ക് ഒരു അവസരം ലഭിക്കുമെങ്കിൽ നാഥാ ഇതാ അടുത്തു വരുന്നു, അങ്ങേക്കൊപ്പം ഒന്ന് ജീവിക്കാൻ ഈ ക്രൂശിന്റെ മഹത്വം ഉലകത്തോട് വിളിച്ചു പറവാൻ. 5 അപ്പം 5000 കൊടുക്കുന്നിടത്ത് കൈനീട്ടി നിൽക്കുന്നതിനേക്കാൾ, അത് കൊള്ളാമെന്ന് പറയുന്നതിനേക്കാൾ, പക്ഷപാത രോഗിയെ കൊണ്ട് മേൽക്കൂര ഇളക്കി മാറ്റി അവിടെ ചെന്നൊരു സൗഖ്യമുണ്ടെന്ന് പറയുന്നതിനേക്കാൾ, തരീത ഉറപ്പിക്കുന്നതിനേക്കാൾ, ലാസർ ഉയർപ്പിക്കുന്നതിനേക്കാൾ, അത് കാണുന്നതിനേക്കാൾ, അല്ലല്ല നീ കഴുതപ്പുറത്ത് ജൈത്രയാത്ര നടത്തി യെരുശലേമിലേക്ക് പോകുമ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നതിനേക്കാൾ എന്റെ ചങ്കുറപ്പ് ഈ ക്രൂശിനെ ചുമക്കാനാ, എന്റെ ഉള്ളുറപ്പ് ഈ ക്രൂശിനെ ചുമക്കാനാ. ഈ ഉള്ളുറപ്പുള്ള പ്രിയപ്പെട്ടവരെ, 33 തിരുവയസ്സിലെ പുണ്യാക രക്തത്തിൽ നിന്ന് ഉൾക്കൊണ്ട പ്രചോദനത്താൽ ആ സുവിശേഷത്തിന്റെ സാക്ഷ്യപത്രം ഇങ്ങനെ ഉറപ്പിച്ചെടുക്കാം. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക സത്യനാമം യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. അങ്ങനെ ശിമോൻ ക്രൂശെടുത്തു, തോളിലേക്ക് വെച്ചു. അപ്പോ യേശു നടക്കുക. മറ്റൊന്നല്ലേ ഒരു തിരുത്തൂടി. നമ്മൾ ഈ ചിത്രങ്ങളിൽ കണ്ടു പരിചയിച്ച ലിയനാർഡോ ഡാവിഞ്ചിയോ മൈക്കൽ ആഞ്ചലോയോ പിക്കാസോയോ വരച്ച ക്രിസ്തു അല്ല ബൈബിളിലെ ക്രിസ്തു. ഏറ്റവും കരുത്തുറ്റ ഈ 3 ചിത്രകാരന്മാരുടെ ക്യാൻവാസിന് വഴങ്ങാത്ത, ആ ചായത്തിന് വഴങ്ങാത്ത, ബ്രഷിന് വഴങ്ങാത്ത ഉജ്ജ്വലനായ ക്രിസ്തുവിനെ ഈ ബൈബിൾ വിശദീകരിക്കുന്നുണ്ട്. മരണം ആസ്വദിക്കുന്ന ക്രിസ്തു, അല്ലാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തോറ്റു തുന്നം പാടിയ ദയനീയ ഭാവമല്ല ഈ ക്രിസ്തുവിന്റെ മഹത്വം. ക്രൂശിക്കപ്പെടുമ്പോഴും എന്തൊരു അന്തസ്, എന്തൊരാഭിജാത്യം, എന്തൊരു കരുത്ത്, എന്തൊരു ഉത്കൃഷ്ട ഭാവം. അതുകൊണ്ട് അടുത്തേക്ക് വന്നു ശിമോനോട് പറഞ്ഞു, സ്നേഹിത, നിനക്ക് ചുമക്കാനാവില്ല, അതിനിതാ തോളിലേക്ക് വെച്ചു. മക്കളുടെ കയ്യൊക്കെ പിടിച്ച് ശിമോൻ വീട്ടിലെത്തി. പൊട്ടിക്കരഞ്ഞു. ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു കാണും, എടീ എന്നൊരു പ്രശ്നം, നീ പിണങ്ങരുത്, മക്കൾക്ക് ശാപം വരുമെന്നൊക്കെ ആളുകൾ പറഞ്ഞ്. ഞാൻ യേശുവിൻ്റെ കുരിശു വന്നു, ഞാൻ ആ കുരിശു തോളിലേക്ക് എടുത്തു വെച്ചു. പ്രിയപ്പെട്ട പത്രോസ്, യാക്കോബ്, അന്ത്രയോസ്, താങ്കളായിരുന്നില്ലേ ചുമക്കേണ്ടത്? ഈ ചോദ്യം നിങ്ങളോടും എന്നോടും ഇന്ന് രാത്രി മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഒപ്പം ഓരം ചാരി ഇരുന്ന് പഠിച്ച, കൂടെ നടന്ന നമ്മളായിരുന്നില്ലേ ചുമക്കേണ്ടത്? പെരുവടിയിലൂടെ വന്നവൻ ക്രൂശിൽ വന്നിട്ട് പറയാ,
എൻ്റെ ഉള്ളം അറിയാതെ ദാഹിച്ചു ആ ക്രൂശൊന്ന് ചുമക്കാൻ ഞാൻ ക്രൂശിക്കുമെന്ന്. ഇത് കേട്ട് ഭാര്യ പറയാ, ശാരയില്ലെന്നേ, നമ്മൾ ജനിച്ചതേ ശാപത്തിൽ, മക്കൾ വയലിൽ അടിയേറ്റ് കുഴകാലിൽ ഓടുന്ന മൃഗങ്ങൾക്കൊപ്പം വീണ് ചാകേണ്ടവരാ. നമ്മുടെ വിധി ഇതാണെങ്കിൽ ആ മൃഗം കുത്തിക്കൊലപ്പെടുത്തിയോ ചേറുമണ്ണിൽ പുതഞ്ഞു ചാകുന്നതിനേക്കാൾ ഭേദം ക്രൂശിക്കപ്പെടുന്ന. പക്ഷെ അന്ന് ആ മഹാമനുഷ്യന് വേണ്ടി ഈ തോള് വിട്ടുകൊടുത്തവൻ, ആ തോളിനെ ഞങ്ങൾ നമിക്കുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും മാന്യതയുണ്ടെങ്കിൽ അത് ഈ ക്രൂശിച്ച് മമ്മതിന്റെയാ. ജീവിതത്തിൽ എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടെങ്കിൽ അത് ഈ ക്രൂശിച്ച് മമ്മതിന്റെയാ. യഹൂദൻ ഇടർച്ച യവനന് മോശത്വമെങ്കിൽ ഈ ക്രൂശ് വിശ്വസിക്കുന്നവർക്ക് ശക്തിയാ. ഈ ക്രൂശ് നിനക്ക് പുതുമയാ. ഈ ക്രൂശ് നിന്റെ പുത്തൻ ജീവിതത്തിന്റെ വഴിത്താരകളിൽ ഒരു പുതുവെളിച്ചമായി ഇന്നും പ്രശോഭിക്കുന്ന അനുഭവമാ. ആർക്ക് വേണം ഈ ക്രൂശിന്റെ മുഖത്വം? ആർക്ക് വേണം ഈ ക്രൂശിന്റെ ശക്തി? സർജറി. പക്ഷെ വലിയ കാര്യം, ഈ ക്രൂശിന് വന്ന തലമുറ അങ്ങനെ തോറ്റൊന്നുമില്ല. ഒരു ഭയവും അവനെ കടന്നു പിടിച്ചില്ല. സകല ഭയത്തെയും നിരാകരിക്കുന്ന ശക്തിയുടെ പേരാ ക്രൂശ്. ഏതിരുട്ടിനെയും ദൂരീകരിക്കുന്ന ശക്തിയുടെ പേരാ ക്രൂശ്. അത് മനോരോഗമാകാം, ശാരീരിക രോഗമാകാം, ഒറ്റപ്പെടലാകാം, ജീവിത നിരാശയാകാം, എന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നുവെന്ന സ്വയമുള്ള എഴുതിത്തള്ളലാകാം. ഇതാ ക്രൂശ് നിനക്ക് ശക്തിയാ, ക്രൂശ് നിനക്ക് ചൈതന്യമാ, ക്രൂശ് നിനക്ക് ബലമാ. ആ ക്രൂശിന്റെ ചൈതന്യം ഏറ്റെടുത്ത ഈ ശിമയോന്റെ തലമുറയ്ക്ക് എന്തു പറ്റി അറിയോ? ബൈബിളിലെ പ്രമുഖമായൊരു സഭയുണ്ട്, എഫെസോസിലെ സഭ. ഈ എഫെസോസിലെ സഭയുടെ പിൽക്കാലഘട്ടത്തിലെ പരമാധ്യക്ഷനായി മാറി ഈ രൂപോസ് എന്ന ചരിത്രം. കാലമേറെ കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ പറയാ, കർത്താവിൽ പ്രസിദ്ധനായ രൂപോസ്, എന്റെ കൂടി അമ്മ, വിശ്വാസത്തല്ല, എന്റെ അമ്മയായ അവന്റെ അമ്മയായ എന്റെ അമ്മയ്ക്കും വന്ദനം പറവി. നോക്കണേ, ചേറ്റുപാടത്ത് ഉഴുതുമറിച്ച മണ്ണിൽ ജീവിതം ഹോമിക്കുമെന്നോ ക്രൂശിക്കപ്പെടുമെന്നോ വിധി എഴുതിയവനെ ഈ ഗ്രന്ഥച്ചുരുൾ കയ്യിലെത്തിക്കൊണ്ട് നസ്രായനെ പ്രസംഗിപ്പിച്ച് ലോകത്ത് വിട്ടാവുന്ന ആദരവിന്റെ ശ്രേഷ്ഠതയിൽ നിർത്തിയ ഉജ്ജ്വലമായ ആയുധമാണ് ക്രൂശെങ്കിൽ ഇന്ന് രാത്രി ആർക്ക് വേണം ഈ ക്രൂശിന്റെ മഹത്വം? കണ്ണുകളടയ്ക്ക, പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ ക്രൂശിന്റെ മഹത്വം അധികം വേണം. ലോകം തള്ളിക്കളഞ്ഞതുപോലെ അത് ലംബവും തിരശ്ചീനമായ രണ്ട് തടിക്കട്ടകൾ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് വെച്ചതല്ല. ഗോഡ് ഹാസ് എ പ്ലാൻ. ദൈവത്തിന് ചരിത്രത്തിലെ പദ്ധതിയുണ്ട്. ആ ബൃഹത് പദ്ധതി ഇന്ന് രാത്രി ജീവിതത്തിൽ സായത്തമാക്കാം. അടിയനിലേക്ക് ആ ക്രൂശിന്റെ വെളിച്ചം അടിയന് വേണം, അടിയന്റെ കുടുംബത്തിന് വേണം, അടിയന്റെ കുഞ്ഞുങ്ങൾക്ക് വേണം. എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണേ. എന്റെ അവസ്ഥാവിശേഷങ്ങളെ മറികടക്കാൻ എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണമേ. ആർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് രാത്രി ഒരു പ്രാർത്ഥന? ശേഷം കാര്യങ്ങൾ നമ്മൾ നാളെ സംസാരിക്കും. പക്ഷെ വിശ്വസിക്കുന്നവർക്ക് ക്രൂശൊരു വിട്ടുതല, ക്രൂശൊരു ശക്തിയാണ്. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണമേ എന്ന് ഹൃദയം തുറക്കാൻ മനസ്സില്ല ഒരാളെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ധൈര്യമായി കരമുയർക്കാം. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ പോയ അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞു പോകണം. ദൈവം നിങ്ങളെ തൊടാൻ പോകുക, ക്രൂശ് നിങ്ങളെ സ്പർശിക്കാൻ പോകുക, ദൈവ ചൈതന്യം നിങ്ങളുടെ മീതെ വാഴാൻ പോകുക. ഉയർത്തിയ കരങ്ങൾക്കായി സ്തോത്രം. ചില കരമുയർത്തുന്നു, ചില കരമുയർത്തുന്നു, ചില യൗവനക്കാർ കരമുയർത്തുന്നു, ചില പ്രായമുള്ള സഹോദരങ്ങൾ കരമുയർത്തുന്നു, സഹോദരിമാർ കരമുയർത്തുന്നു. ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തിയിട. താങ്ക് യു ബ്രദർ, ഗോഡ് ബ്ലസ് യു. താങ്ക് യു സിസ്റ്റർ, ഗോഡ് ബ്ലസ് യു. എനിവൺ എൽസ്? ആരെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു കാര്യം ഉറപ്പ്, ആ ഭാരം ഇറക്കി വെച്ച് വേണം ഇന്നിവിടം വിട്ടുപോകാൻ. കടം കൊണ്ട് വീർപ്പുമുട്ടുന്നവര്, ആത്മഹത്യയുടെ മുരമ്പത്ത് നിൽക്കുന്നവര്, സകലെന്ന് തോൽവി അണഞ്ഞവര്, ധൈര്യത്തോടെ ഈ ക്രൂശ് ചുമക്കാൻ. തലമുറക്കൊരു അനുഗ്രഹം. നിങ്ങൾ ചെയ്തതൊക്കെ തകർന്ന് തരിപ്പണമായിടത്ത് ഇതാ കുഞ്ഞുങ്ങൾക്ക്, തലമുറയ്ക്ക് ഇതുവരെ കാണാത്തൊരു അനുഗ്രഹം. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ, പ്രഥമ ദിവസം വചനം കിട്ടി ആത്മസമർപ്പണം ചെയ്ത അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ
ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു. തിരുകൃപ കുടരിക്കണം, പുതിയ ബലം നൽകണം, കരുത്ത് നൽകണം. ക്രൂശ് ഞങ്ങൾക്ക് മാർഗദീപമാകണം. നാളെയും കൂടി വരാൻ കൃപ ചെയ്താട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വലിയ നാമത്തിൽ തന്നെ എല്ലാവർക്കും വന്ദനം. ഈ വചനങ്ങളാൽ ഇത് നമ്മൾ അനുഗ്രഹിക്കട്ടെ. വളരെ നല്ല അനുഗ്രഹീതമായ ചിന്തയാണ് നമ്മൾ ഈ രാത്രി കേട്ടുകൊണ്ടിരുന്നത്. ഈ വചന ചിന്തയ്ക്ക് മുൻപാകെ ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കഥാദാസൻ എം എം മാത്യു പാസ്റ്റർ പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നതിന് മുമ്പ് തന്നെ, ആ സമയത്തിന് മുൻപ് തന്നെ കേട്ട വചനത്തെ ആധാരമാക്കി നമ്മുടെ ചിന്തകളെ ഒന്ന് ദൈവത്തിന് വിധേയപ്പെടുത്തി, കഥാവേ, ഈ രാത്രി കേട്ട വചനങ്ങൾ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ വ്യക്തിപരമായ ആത്മീക ഭൗതിക മണ്ഡലത്തിൽ അത് അനുഗ്രഹമായി ഭരിക്കേണ്ടതിന് അത്യുന്നതനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അടിയനെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമ്മൾ പ്രസംഗിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന യേശുവിനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കാലങ്ങൾക്കപ്പുറത്ത് കണ്ടുമുട്ടുവാൻ അത്യുന്നതനായ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി. ഈ രാത്രിയിൽ കേട്ട വചനങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും വിടുതലും സന്തോഷവുമായി തീരട്ടെ. ഈ ദേശനിവാസികൾക്ക് അതേറെ അനുഗ്രഹമായി തീരട്ടെ. പേരാമ്പ്ര നിവാസികൾക്ക്, ഈ മാർക്കറ്റിന്റെ പരിസരത്തുള്ള എല്ലാ പ്രിയമുള്ളവർക്കും ഈ വചനക്കേൾവിയും ഇന്ന് രാത്രി നമ്മൾ കേട്ട അനുഗ്രഹീതമായ ഗാന ശുശ്രൂഷയും അനുഗ്രഹമായി തീരുവാനും, നാളെ നടക്കുന്ന മീറ്റിംഗും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ഗാന ശുശ്രൂഷ ഏറ്റവും സന്തോഷകരമായി തീരുവാൻ തൃക്കരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമായ വചന ചിന്തയ്ക്ക് മുൻപാകെ നമ്മൾ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പേരാമ്പ്ര അദ്വൈത ശുശ്രൂഷകനും അതുപോലെ തന്നെ ഈ സെന്ററിന്റെ ചുമതല വഹിക്കുന്നതുമായ കർത്താവിന്റെ ദാസൻ എം എം മാത്യു പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടി നമുക്ക് കടന്നു പോകാം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ അനുഗ്രഹമായ നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ പേരാമ്പ്ര പട്ടണത്തിൽ ഇങ്ങനെ അനുഗ്രഹമായ നല്ലൊരു കൂട്ടായ്മ പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യം നടത്തപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഇന്ന് രാത്രി ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഉയർത്തുവാൻ അവിടുത്തെ അഭിഷിക്ത ദാസന ദൈവം ശക്തിയോടെ ഉപയോഗിച്ചല്ലോ. ഈ വചന സന്ദേശം ശ്രദ്ധിച്ച ഈ പട്ടണത്തിലുള്ളതായ എല്ലാ കേൾവിക്കാർക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ ബിസിനസ്സിൽ ഏർപ്പെട്ടവരുണ്ട്, വാഹനം ഓടിക്കുന്നവരുണ്ട്, യാത്രക്കാരായി വന്ന് സംബന്ധിക്കുന്നവരുണ്ട്, അല്ല ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഈ വചന സന്ദേശം കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. ദൈവ സമാധാനത്തിന്റെ ഉടമകളാകുവാൻ യേശു കർത്താവിനെ ജീവിതത്തിന്റെ നാഥനും നായകനുമായി ഏറ്റെടുത്ത് ദൈവിക സമാധാനവും സ്വസ്ഥതയും ദൈവകൃപയും അനുഭവിപ്പാൻ കർത്താവെ അവിടുത്തെ കേൾവിക്കാർക്കെല്ലാം കർത്താവ് കൃപ ചെയ്യണനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അവിടുത്തെ ദാസനെ ഞങ്ങളുടെ നടുവിൽ കർത്താവ് ഉപയോഗിച്ചല്ലോ. വരുന്ന രാത്രിയിലും കർത്താവെ ശക്തമായി ദൈവത്തിനെ ഘോഷിപ്പാൻ അങ്ങയുടെ ദാസനെ ദൈവം ശക്തിയോടെ, കൃപയോടെ, അധികാരത്തോടെ ഉപയോഗിക്കാമെന്ന കരുണയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഗാനങ്ങൾ ആലപിക്കുവാൻ കൊയർട്ടിന് ദൈവം സഹായിച്ചതുകൊണ്ട് സ്തോത്രം. ഇന്നത്തെ അധ്യക്ഷനായിരുന്ന കർത്താവെ മീറ്റിംഗിന് ലീഡ് ചെയ്യുവാൻ കർത്താവ് ദാസന് ദൈവം കൃപ കൊടുത്തുകൊണ്ട് സ്തോത്രം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി വന്നുയർന്ന എല്ലാ കർത്തുദാസന്മാരെയും ദൈവജനത്തെയും അനുഗ്രഹത്തോടെ, ദൈവിക പ്രത്യാശയോടെ, സമാധാനത്തോടെ കർത്താവ് ഞങ്ങൾ പറഞ്ഞയക്കുന്നുണ്ട്. ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയല്ലോ. കർത്താവെ, അവിടുത്തെ വരെ താമസിക്കുന്ന നാളെയും വൈകിട്ട് അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ ഈ പട്ടണത്തിൽ കൂട്ടായ്മ നടക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യുമല്ലോ. കർത്താവ് പ്രാർത്ഥനയോടുള്ള സ്തോത്രം, അനുഗ്രഹിച്ചോടുള്ള സ്തോത്രം. യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളെ കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തു കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്ന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ആമേൻ. ആമേൻ.